ആദരണീയനായ യോഗാധ്യക്ഷൻ ലിജോ സാറെ, സംഘടനയുടെ ആദരണീയരായ നേതാക്കളെ, സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളെ, പ്രിയ സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കറിയാം ഈ ഡോക്യുമെന്റിന്റെ ചരിത്രം എങ്ങനെയാണ് ഉണ്ടായെന്നുള്ള എല്ലാവരും പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞൊരു 38 പേജുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഞാൻ അതിനെ സമ്മാൻ സബ്സ്റ്റൻസ് ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ മുഴുവൻ മേഖലയിലെ A to Z കാര്യങ്ങളെ പരാമർശിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും പരമാവധി മേഖലകളെ സ്പർശിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ നമുക്കറിയാം നിലവിൽ നമ്മൾ ഇതിന് ഉപയോഗിച്ചിരുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഗ്രേസ് മാർക്ക് എന്ന് മാത്രമാണ്. അപ്പം FIUGP വന്നപ്പോൾ ഉള്ള ആദ്യ മാറ്റം എന്ന് പറയുന്നത് ഗ്രേസ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ വന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാം പറയുമ്പോൾ ക്രെഡിറ്റ് ഏൺ ചെയ്യാന്ന് പറഞ്ഞെങ്കിലും അത് ഇതുവരെ അതിനെ പ്രായോഗിക തലത്തിൽ ആക്കിയിട്ടില്ലായിരുന്നു. CBSE സിസ്റ്റത്തിലും ക്രെഡിറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ രീതിക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലായിരുന്നു. 4 വർഷ ഓണേഴ്സ് ബിരുദം വന്നപ്പോഴാണ് അതിന്റെ ഒരു ആ രീതിയിലേക്കുള്ള ഇംപ്ലിമെന്റേഷൻ വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഗ്രേസ് മാർക്കിന്റെ കൂടെ ഗ്രേസ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ സംസ്ഥാന തലത്തിൽ വരികയും അതിനെ നമ്മൾ സർവകലാശാല തലത്തിൽ ഇംപ്ലിമെന്റേഷനിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് 4 പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നിലവിൽ ഈ ഡോക്യുമെന്റ് റെഫർ ചെയ്തേക്കുന്നത്. നിലവിൽ 4 പ്രോഗ്രാമുകളെയാണ് MG യൂണിവേഴ്സിറ്റി ബ്രോഡായിട്ട് ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആ 4 പ്രോഗ്രാമുകൾക്കും കൂടെ എഫക്റ്റീവ് ആവുന്ന രീതിയിലാണ് ഉള്ളത്. നമുക്കറിയാം ഇതിലെ 2 പ്രോഗ്രാമുകൾ AICT അഫിലിയേഷനിലുള്ളതും 2 UGC അഫിലിയേഷനിലുള്ളതുമാണ്. അതിലെ ഒരെണ്ണം കൂടെ ഈ BVOCും കൂടെ ചിലപ്പോൾ AICT അങ്ങനെ ഒരു അഫിലിയേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് താനും. അല്ലെങ്കിൽ അതിനോടനുബന്ധിയായിട്ട് നമ്മൾ പറയുന്ന BFA പോലെയുള്ള പ്രോഗ്രാമുകൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് കോമൺ ആയിട്ടൊരു റെഗുലേഷൻ എല്ലാവർക്കും കൂടെ അഡാപ്റ്റബിൾ ആകുന്ന രീതിയിലാണ് ഇതിനകത്തെ റെഫറൻസുകളെല്ലാം പോയിരിക്കുന്നത്. ഇനി ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചാൽ മേജറായിട്ട് ഇത്രയും മേഖലകളിലാണ് ഗ്രേസ് ക്രെഡിറ്റ് ആൻഡ് അല്ലെങ്കിൽ ഗ്രേസ് മാർക്കിന് എലിജിബിൾ ആകുന്ന മേഖലകൾ. അപ്പൊ അതിന് ആദ്യത്തെ കാറ്റഗറി നമ്മൾ കൺവെൻഷണൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്ന് പറയുന്നു. ദെൻ കൾച്ചറൽ ആക്ടിവിറ്റീസ്, NCC, NSS, entrepreneurs ventures, startup incubation, innovation based activities and other eligible activities, then college union activities, then differently able സ്റ്റുഡൻസിനുള്ള നമ്മൾ പലവിധ ഡോക്യുമെന്റുകളായിട്ട് നിലവിൽ സർവകലാശാല ഇറക്കിയിരുന്ന കാര്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഈ ഡോക്യുമെന്റിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നിലവിൽ ഇതിനോടനുബന്ധിച്ച് വന്നേക്കുന്ന കാര്യങ്ങളും കൂടെ അവിടെ ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ടൈറ്റിലുകളെ വെച്ച് തന്നെയാണ് ഞാൻ പരാമർശിക്കുന്നത്. ഇവിടെ ആദ്യ ഘട്ടത്തിൽ തന്നെ നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ അകത്തൊരു ഫ്ലെക്സിബിലിറ്റി ഓഫ് ചോയ്സ് എന്നുള്ളതാണ്. വിദ്യാർത്ഥി അവന് ഓരോ സെമസ്റ്ററിലും ഇതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പ്രോസസ്സ് ഉണ്ടാകും. ആ പ്രോസസ്സിൽ വിദ്യാർത്ഥിക്ക് തീരുമാനിക്കാം എനിക്ക് ഈ സെമസ്റ്ററിൽ വേണ്ടത് ഗ്രേഡ് ആയിട്ടാണോ മാർക്കായിട്ടാണോ അതിനെ വേണ്ടത്, ഗ്രേസ് മാർക്കാണോ ഗ്രേസ് ക്രെഡിറ്റ് ആണോ എന്നുള്ളത് തീരുമാനിക്കാം. അത് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ പരാമർശിക്കുകയും അതിനനുസരിച്ച് ആ സെമസ്റ്ററിലേക്ക് അത് എഫക്റ്റീവ് ആവുകയാണ്. അടുത്ത വർഷം വരുമ്പോൾ വീണ്ടും ഇത് ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാം. പക്ഷെ ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്ത കാര്യത്തിനെ റിവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പം ഉചിതമായത് ഏതാണോ ആ സെമസ്റ്ററിൽ വിദ്യാർത്ഥിക്ക് ആവശ്യം ഏതാണോ അതിനനുസരിച്ച് ഇതിനെ ഉപയോഗിക്കാം. അത് ആ സെമസ്റ്റർ എന്നല്ല, ഒന്നെങ്കിൽ ഗ്ലോബൽ ആയിട്ട് വേണമെങ്കിൽ കോഴ്സ് പൂർത്തിയാകുന്ന സമയത്ത് ഇതിനെ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതാത് സെമസ്റ്ററിലേക്ക് വേണമെങ്കിൽ അതിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം അത് കുട്ടിയുടെ ചോയ്സിൽ, വിദ്യാർത്ഥിയുടെ ചോയ്സിലാണ് ഇതിനെ നിർത്തുന്നത്. അപ്പൊ ആ ചോയ്സ് എക്സസൈസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം ഇതിനകത്ത് ഇത് അനുവദിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, നമ്മൾ നേരത്തെ പരാമർശിച്ച ഹെഡിലുള്ള ആക്ടിവിറ്റി ഒക്കർ ചെയ്യുന്ന അക്കാഡമിക് ഇയറിൽ ഫസ്റ്റ്ലി അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അതുകൊണ്ട് പെർഫോമൻസ് ആയാലും അച്ചീവ്മെന്റ് ആയാലും പാർട്ടിസിപ്പേഷൻ ആയാലും എൻറോൾമെന്റ് ആയാലും എലിജിബിലിറ്റി ഏത് തരത്തിൽ ഇതിനെ ഗെയിൻ ചെയ്യുന്നു ആ അക്കാഡമിക് ഇയറിൽ അപ്ലൈ ചെയ്യാം. അതുകൂടാതെ 1 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 2 വർഷം വരെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള കാലാവധി ഉണ്ട്. ആ ഇവന്റ് എന്നാണോ ഒക്കർ ചെയ്തതിന് അതിൽ 2 സ്റ്റേജിലും അഡീഷണൽ ഫൈൻ ഈടാക്കിക്കൊണ്ടാണ് നിലവിൽ അങ്ങനത്തെ ഒരു ഫീച്ചർ എഫക്റ്റീവ് ആയിട്ടല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കും കൂടെ വന്നേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടും പിന്നീടും വിദ്യാർത്ഥിക്ക് സമർപ്പിക്കാനുള്ള ഒരു അവസരം മറ്റേതൊക്കെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റിലാണ് നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലീഗലൈസ് ചെയ്തത്. പിന്നെ ഈ പെർഫോമിംഗ് ഇയറിനെ നമ്മൾ 1 ജൂൺ ടു 31 മെയ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ ഇതിന്റെ അകത്തെ അക്കാഡമിക് ആക്ടിവിറ്റി എക്സ്റ്റെൻഡ് ചെയ്തു പോയാലും ആ ഇയറിന്റെ പാർട്ടായിട്ട് നിലനിർത്താമെന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഒരു ഇവന്റിന്റെ അടുത്ത ലെവലിലുള്ള പെർഫോമൻസ് ജൂണിലേക്ക്, അതായത് ഫസ്റ്റ് റൗണ്ട് ഒരു അക്കാഡമിക് ഇയർ തീർന്ന് അതിന്റെ ഹയർ ലെവൽ അടുത്ത
അക്കാദമിയിലേക്ക് പുഷ് ചെയ്താലും അതിനെ വിദ്യാർത്ഥിക്ക് മറ്റതിന്റെ കൂടെ തന്നെ കൗണ്ട് ചെയ്ത് മേടിക്കാവുന്ന സാഹചര്യത്തിലാണ് ഇതിനെ പ്രൊപ്പോസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പം 4 വർഷ ബിരുദം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതുണ്ട് വാക്കാണ് ABC, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട്. വിദ്യാർത്ഥി പഠിക്കുന്ന കോഴ്സുകളെല്ലാം സക്സസ്ഫുൾ ആകുന്നതനുസരിച്ച് ആ ABC-യിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അവസാനം ഡിഗ്രി നേടുന്ന സമയത്താണ് ഏതൊക്കെ രീതിയിലാണ് അതിനെ ക്ലെയിം ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനം എടുക്കുന്നത്. അതേ ആശയം തന്നെ ഈ ഗ്രേസ് മാർക്കിന്റെ കാര്യത്തിലും കൊണ്ടുവരുന്നു. വിദ്യാർത്ഥിക്ക് ആ നിമിഷം തന്നെ അതിനെ എൻകാഷ് ചെയ്യുന്ന പോലെ പറഞ്ഞാൽ ക്രെഡിറ്റ് ആയിട്ടോ മാർക്കായിട്ടോ മാറ്റണമെന്നില്ല. ഇതിനൊരു ബാങ്ക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുവാണ്, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. ആ ബാങ്ക് സിസ്റ്റം കുട്ടിക്ക് വിദ്യാർത്ഥിക്ക് ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതിന്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, എത്ര ക്രെഡിറ്റ് മിച്ചമുണ്ട്, എത്ര റീയൂസ് ചെയ്തെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ട് തന്നെ നമ്മളിപ്പോൾ ഡിജി ലോക്കറിൽ ക്രെഡിറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ പോലെ അതിനൊരു MG സർവകലാശാല ഇതിനു വേണ്ടി ഒരു സൗകര്യം ഒരുക്കുമെന്നാണ് റെഗുലേഷനിൽ പ്രൊപ്പോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥിക്ക് അതിൽ ആക്സസ് ഉണ്ടാകും. ഇതിന്റെ പ്രോസസ്സിൽ എല്ലാ സ്റ്റാറ്റസും അതുവഴി തന്നെ അറിയാം. അതിന്റെ ഓഫ്ലൈൻ ഉള്ള ഒരു പ്രോസസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ ഒഴിവാക്കുകയാണ്. അതാണ് കംപ്ലീറ്റ് ഓൺലൈൻ സംവിധാനത്തിലൂടെ തന്നെ ഇത് പ്രോസസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റെഗുലേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ വിദ്യാർത്ഥി സബ്മിറ്റ് ചെയ്ത് വെച്ചിട്ട് വിദ്യാർത്ഥിയുടെ ചോയ്സ് ആണ് ഇത് പാസ്സായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്ര മാർക്കുണ്ട്, അത് ഏതൊക്കെ സെമ്മിലേക്ക് ഉപയോഗിക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വിദ്യാർത്ഥിയുടെ ചോയ്സ് ആണ്, എപ്പോൾ വേണം ഉപയോഗിക്കാമെന്ന്. അത് 2-3 കോമൺ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി നമ്മളൊരു റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പ്രോസസ്സിംഗ് ടൈമിൽ ഇതിനെ ഈ പരിപാടി നടത്താം. അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് തോന്നുന്ന ഏത് സമയത്താണെങ്കിലും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എൻറ്റയർലി പ്രോഗ്രാം പൂർത്തിയാകുന്ന സമയത്തായിട്ടും അപ്ലൈ ചെയ്യാം. അതെല്ലാം വിദ്യാർത്ഥിയുടെ ചോയ്സ് ആയിട്ടാണ് ഇതിനെ അനുവദിച്ചിരിക്കുന്നത് റെഗുലേഷൻ പ്രകാരം. അപ്പം അതിന്റെ അകത്ത് നമുക്ക് അടുത്തൊരു കൺസേൺ വെച്ചാൽ, നമുക്ക് ABC-യിൽ ക്രെഡിറ്റിന് 7 വർഷത്തെ വാലിഡിറ്റി ആണ് പറയുന്നത്. അതേ ലോജിക്ക് നമ്മൾ ഗ്രേസ് മാർക്കിന്റെ അതും കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അതിന്റെ എക്സ്പയറിയെ കുറിച്ച് പറയുന്നത്. അപ്പം ഒരു ക്രെഡിറ്റ് എത്ര കാലം ABC നിലനിൽക്കുന്നു അത്രയും കാലം ഗ്രേസ് മാർക്കിന്റെ വാല്യൂ അവിടെ നിൽക്കുള്ളൂ. അപ്പൊ 1-ാമത്തെ വർഷം നേടിയ ഒരു ഗ്രേസ് മാർക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ച് 7 കൊല്ലത്തിനുള്ളിൽ വിദ്യാർത്ഥിക്ക് യൂസ് ചെയ്തിരിക്കണം ആ പ്രോഗ്രാമിന്റെ ഭാഗത്തായിട്ട്. അല്ലെങ്കിൽ അടുത്ത അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇൻവാലിഡ് ആകും എന്നുള്ളതാണ്. അപ്പൊ എന്ന് വരെ അതിനെ അലൗഡ് ആവുന്നു അന്ന് വരെ അതിനെ കീപ്പ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ റെഗുലേഷൻ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഇതിന്റെ അകത്തെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോസസ് എന്ന് പറയുന്നത്, നമ്മൾ കോമൺ ആപ്ലിക്കേഷൻ പറയുമ്പോൾ 2 തരത്തിലാണ് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ നടത്തുന്നത്. ഒന്ന് നമ്മൾ കൺവെൻഷണൽ ഗ്രേസ് ക്രെഡിറ്റ് ആൻഡ് മാർക്ക് എന്ന് പറയുന്നത്. അത് വിദ്യാർത്ഥിക്ക് ലോഗിൻ ഉണ്ടാകും. ആ വിദ്യാർത്ഥിയുടെ ലോഗിനിൽ തന്നെയാണ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നിലവിൽ പലതും അതിന്റെ കോർഡിനേറ്ററായ ഫാക്കൽറ്റിയാണ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. അതിന്റെ പ്രായോഗികത്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം വിദ്യാർത്ഥികളുടെ ലെവലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഫീച്ചറാണ് വന്നേക്കുന്നത്. എന്നിട്ട് അതിനെ ഒന്ന് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് കോർഡിനേറ്റർമാർ വന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിക്കും കോളേജിൽ ഒരു ഓഫീസർ ഇൻചാർജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി ഇൻചാർജ് ഉണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഈ സിസ്റ്റത്തിൽ ലോഗിൻ ഉണ്ടാവും അതാത് പർട്ടിക്കുലർ ആക്ടിവിറ്റി സംബന്ധിച്ച്. അപ്പൊ ആ ആക്ടിവിറ്റി സംബന്ധിച്ച് വിദ്യാർത്ഥികൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ആയിട്ടാണ്. നേരത്തെ പോലെ അവര് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം വിദ്യാർത്ഥികളെ കൊണ്ട് അപ്ലോഡ് ചെയ്യിക്കുന്ന രീതിയിലേക്ക് മാറ്റി വെരിഫൈ ചെയ്യുന്ന രീതിയിലായി. എന്നിട്ട് ആ പ്രോസസ് ചെയ്ത ഡാറ്റ പ്രിൻസിപ്പൽ അപ്രൂവലോടുകൂടി പ്രിൻസിപ്പൽ സർവകലാശാലയ്ക്ക് സമർപ്പിക്കുകയാണ്. അപ്പൊ അവിടെ ഏക മാറ്റം എന്ന് പറയുന്നത്, ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസിന്റെ കേസിൽ ആ ഡാറ്റ മേടിച്ച് ഫയലുകൾ ഡോക്യുമെന്റ് മേടിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യേണ്ട ഡ്യൂട്ടി കോളേജ് ഓഫീസിനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ സബ്മിഷൻ കംപ്ലീറ്റ്ലി കോളേജ് ഓഫീസ് തന്നെയാണ് ഈ ഡാറ്റ വെരിഫിക്കേഷന് ശേഷം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി കോമൺ ആയിട്ട് നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലാണ് ഇവർക്ക് ഈ ഗ്രേസ് ഡോക്യുമെന്റിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നത്. ഒന്ന്, പരീക്ഷ എഴുതുന്ന സമയത്ത് കിട്ടുന്ന ആനുകൂല്യങ്ങളും, പിന്നെ പരീക്ഷയുടെ റിസൾട്ടിന് ശേഷം ഇവാലുവേഷന്റെ ഭാഗത്തായിട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങളുമായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾക്ക് കോമൺ ആയിട്ട് കോളേജുകളിൽ അറിയാം, സ്ക്രൈബിനെ കിട്ടാം, കണ്ടന്റ് ബേസ്ഡ് എവാലുവേഷൻ ആകാം, കോമ്പൻസേറ്ററി ടൈം ആകാം, ഇല്ലെങ്കിൽ മാർക്കായിട്ട് കിട്ടാം. ആ മാർക്കായിട്ട് കിട്ടുന്നത് നിലവിലത്തെ നിയമം പോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു റിട്ടേൺ എക്സാം ഉള്ളിടത്തെല്ലാമാണ് ആ ഗ്രേസ് മാർക്കിന് അവൈലബിൾ ആകുന്നത്. അത് ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസിന് അതിനുള്ള പ്രൊവിഷൻ അവിടെയാണ്. റിട്ടേൺ എക്സാം ഉള്ള എല്ലാ കമ്പോണന്റിലും ഇത് എലിജിബിൾ ആയിട്ടാണുള്ളത്. അതേസമയം പ്രാക്ടിക്കൽ എക്സാമിന്റെ കാറ്റഗറി നമുക്കറിയാം, ക്രെഡിറ്റ് നമ്മുടെ കോഴ്സിന്റെ അകത്ത് ലെക്ചർ പാർട്ടും അല്ലെങ്കിൽ തിയറി പാർട്ടും
പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞ 2 കമ്പോണന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിൽ നിലവിലത്തെ നിയമത്തിൽ അവരുടെ റിട്ടേൺ എക്സാമിനാണ് അതിന്റെ ബെനിഫിറ്റ് കൊടുത്തിരുന്നത്. അതേ കാര്യം തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അവിടെയുള്ള ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ ഗ്രേസ് മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾ പരമാവധി 25% ആണ് ആനുകൂല്യം ഉണ്ടാകുക. അതേസമയം ഡിഫറൻ്റ് ലേബിൾഡ് സ്റ്റുഡൻസിനാണ് ചില കേസുകളിൽ അഡീഷണൽ 5% കൂടെ ഉണ്ട്. അങ്ങനെ 30% വരെ ആകാം. അത് എല്ലാ കാറ്റഗറിയിലും അല്ല, ചില പർട്ടിക്കുലർ കാര്യങ്ങളിൽ മാത്രം അഡീഷണൽ 5% ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇനി ഇതിന്റെ പ്രോസസ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രോസസ്സ് കോമൺ ആയിട്ടുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സ് ഇതാണ്. ഫസ്റ്റ്ലി അവർ ഈ പോർട്ടലിൽ ലോഗിൻ ഉണ്ടാകുന്നു. അവരുടെ നിലവിൽ EDP പോർട്ടൽ വിദ്യാർത്ഥികൾക്കുണ്ട്. അതിലൂടെ വരുന്ന ഒരു ഫീച്ചർ ആയിട്ടാണ് കൺസീവ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ എത്ര കണ്ട് എഫക്റ്റീവായി മോണിറ്ററിങ്ങോടുകൂടി നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഭരണമാറ്റത്തിന്റെ എഫക്റ്റുകൾ നമ്മൾ ഓൾറെഡി പലതരത്തിലും റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും അതിൻ്റെ അകത്തും അങ്ങനത്തെ കൺസേണുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഡോക്യുമെന്റിന്റെ സപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥികൾ ഇത് അവരുടെ സർട്ടിഫിക്കറ്റ് സാധനം സ്കാൻ ചെയ്ത് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുന്നു. അവരുടെ ലോഗിനെ സബ്മിറ്റ് ചെയ്യുന്നു. കോളേജ് നിലവിൽ SFA FA ഒക്കെ ലോഗിൻ കൊടുക്കുന്ന പോലെ തന്നെ ഇതേ ആൾക്കാർക്ക് ഓരോരുത്തർക്കും അതിന്റെ കോർഡിനേറ്റർക്ക് ലോഗിൻ ഈ പോർട്ടലിൽ അവൈലബിൾ ആകും. ആ ലോഗിൻ ആക്സസിൽ വഴി ഇവർക്ക് ഇത് കൊടുത്തേക്കുന്ന ഡോക്യുമെന്റുകളെ വെരിഫൈ ചെയ്യാനും സബ്മിറ്റ് ചെയ്തൊക്കെ ഒതന്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനും പറ്റും. അതിന്റെ ഒറിജിനൽ ഹാർഡ് കോപ്പി ഡോക്യുമെന്റുമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് യൂണിവേഴ്സിറ്റിക്ക് പ്രിൻസിപ്പൾ ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഫോർവേഡ് ചെയ്ത സാധനത്തിന് ഒന്നെങ്കിൽ നേരിട്ട് സർവകലാശാല സെഷനുകൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് റൂൾ പ്രകാരമുള്ള കാര്യങ്ങളാണെങ്കിൽ ഡയറക്റ്റ്ലി അത് അപ്രൂവ്ഡ് ആയി മാറും. അതിന്റെ കോമ്പിറ്റന്റ് അതോറിറ്റി വഴി അപ്രൂവ് ആയി മാറും. അല്ലെങ്കിൽ നമുക്ക് ചില പുതിയ കമ്മിറ്റികളെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റി വെരിഫൈ ചെയ്തിട്ട് പ്രൊപ്പോസൽ അംഗീകരിച്ച് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് ഓൾറെഡി വൺസ് ഇറ്റ്സ് അപ്രൂവൽ പ്രോസസ്സ് കഴിഞ്ഞ കാര്യത്തിന് രണ്ടാമത് അപ്രൂവൽ പ്രോസസ്സ് ഇല്ല. ഫസ്റ്റ് ഇവന്റ് ആയിട്ട് ഒരെണ്ണം ഗ്രേസ് മാർക്കിന് വേണ്ടി ചെല്ലുവാണെങ്കിൽ മാത്രമാണ് ആ കമ്മിറ്റി വഴി പോകുന്നത്, റീറൂട്ട് ചെയ്ത് വരുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഓട്ടോമാറ്റിക്കലി ഈ പോർട്ടൽ വഴി തന്നെ മാനേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉണ്ടാകുക. ഇനി 2 കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു. 2 കാര്യങ്ങൾക്കാണ് ഈ കമ്മിറ്റീനെ പ്രപ്പോസ് ചെയ്തേക്കുന്നത്. ഒന്ന് സ്പോർട്സ് ആൻഡ് ഗെയിംസിനും പിന്നെ ഓണ്ടർപ്രണർഷിപ്പിനും വേണ്ടിയിട്ടാണ് 2 കമ്മിറ്റികൾ ഉണ്ടായത്. കാരണം അവിടെയാണ് ഒരു സബ്ജക്റ്റിവിറ്റി ഉണ്ടാകുന്ന കേസ് പുതിയതായിട്ട് വന്നത്. നിലവിലില്ലായിരുന്ന 2 കാര്യങ്ങൾ വന്നപ്പോൾ അതിന്റെ ഒരു ഒതന്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റികളെ പ്രപ്പോസ് ചെയ്തേക്കുന്നത്. ഒന്ന് സ്പോർട്സ് ആൻഡ് ഗെയിംസ് സംബന്ധിച്ചുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. അത് സർവകലാശാലയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ് അതിന്റെ ചെയർപേഴ്സൺ. സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്ത 3 കോളേജുകളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ HOD-മാരെ അതിൻ്റെ അകത്ത് മെമ്പർ ആകാം. പിന്നെ 2 സബ്ജക്ട് എക്സ്പേർട്സ് ഇൻ സ്പോർട്സ്, അതായത് കോച്ചുമാരെ ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോച്ചുമാർക്ക് ഇതിനകത്ത് കമ്മിറ്റി ആകാം. സബ്ജക്ട് എക്സ്പേർട്സ് എന്നേ ഉള്ളൂ, അതായത് ഫീൽഡിലെ എക്സ്പേർട്സ് ആണ്. അത് കോച്ചുമാർ ഉൾപ്പെടെ വേണമെങ്കിലും ആകാമെന്നാണ് നമ്മൾ റെഗുലേഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ കമ്മിറ്റികൾക്ക് 2 കൊല്ലമാണ് കാലാവധി ഉണ്ടാകുന്നത്. ഈ കമ്മിറ്റിക്കാണ് ഞാൻ പറഞ്ഞ ഒരു കൺവെൻഷനിൽ ഉള്ള പ്രോസസ്സിനകത്ത് ഡയറക്റ്റ്ലി ഇൻവോൾവ്മെന്റ് ഇല്ല. ബാക്കി എല്ലാ കാര്യം, അതായത് പുതിയതായിട്ടൊരു കാര്യം വന്നാൽ അതിനെ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് വിടേണ്ട കാര്യം, അത് റെക്കഗ്നൈസ് ചെയ്യേണ്ടതാണോ? കാരണം ഞാനൊരു ഇനി മുന്നോട്ട് പറയുമ്പോൾ മനസ്സിലാകും, ഒരു സബ്ജക്റ്റിവിറ്റി ഉള്ള കാര്യങ്ങൾ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ വരുന്നുണ്ട്, ഡയറക്റ്റ്ലി ഒബ്ജക്റ്റിവിറ്റി അല്ലാത്തത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സമിതി. കാരണം സർവകലാശാല സെഷനുകൾക്ക് അക്കാഡമിക് ആയിട്ട് അതിനെ വാല്യുവേറ്റ് ചെയ്യാൻ പവർ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റീനെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഓണ്ടർപ്രണർഷിപ്പിനും ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെ വെച്ചിട്ടുണ്ട്. അതും പുതിയൊരു കാര്യമായതുകൊണ്ട് അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് നടക്കേണ്ടതുണ്ട്. ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് കമ്മിറ്റി. സർവകലാശാലയുടെ ബിക് ഉണ്ട്, ബിസിനസ് ഇന്നോവേഷൻ ഇൻക്യുബേഷൻ സെന്ററിന്റെ ഡയറക്ടർ ആയിരിക്കും അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. പിന്നെ അഫിലിയേറ്റഡ് കോളേജിലുള്ള 3 ഫാക്കൽറ്റീസ്, അതായത് നിലവിൽ IEDC കോർഡിനേറ്റർ, ഇന്നോവേഷൻ കോർഡിനേറ്റർ, അങ്ങനെയുള്ള ഓണ്ടർപ്രണർഷിപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടപ്പ് ആക്ടിവിറ്റിക്കൊക്കെ കോളേജ് ലെവലിൽ കോർഡിനേറ്റ് ചെയ്യുന്ന 3 ഫാക്കൽറ്റീസിനെയാണ് നോമിനേറ്റ് ചെയ്യുക. അത് VCക്ക് നോമിനേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്, സർവകലാശാല നോമിനേറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് ആ കമ്മിറ്റി മെമ്പേഴ്സ്. പിന്നെ 2 എക്സ്പെർട്ട് ഓണ്ടർപ്രണർഷിപ്പ് ഇന്നോവേഷൻ എക്സ്റ്റേണൽ എക്സ്പെർട്സിനെ വേണേലും ഉൾപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കമ്മിറ്റിയുടെ വർക്കും അതിൻ്റെ അകത്ത് അവരെന്തൊക്കെ ചെയ്യേണ്ടതെന്നും നമ്മൾ കംപ്ലീറ്റ് റെഗുലേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റിക്ക് 2 കൊല്ലമാണ് വാലിഡിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ളത് ഇതിന്റെ കാൽക്കുലേഷൻ പ്രോസസ്സിൽ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ചേഞ്ച് ആണ് കാൽക്കുലേഷൻ അവാർഡിംഗ് ഗ്രേസ് മാർക്ക് ഓർ ക്രെഡിറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്തെ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, നിലവിലത്തെ നിയമപ്രകാരം ഒരു മിനിമം മാർക്ക് ഉള്ളതിന് മാത്രമേ നമുക്ക് ഗ്രേസ് മാർക്കിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നായിരുന്നു. അതിനെ നമ്മൾ മാറ്റി. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നപ്പോൾ നമുക്ക് അവിടെ ഒരു മിനിമത്തിന്റെ കണ്ടീഷൻ കൊണ്ടുവരാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് അതിനെ
പരീക്ഷകളിൽ മിനിമം മാർക്ക് വേണമെന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് ഗ്രേസ് മാർക്ക് വേണമെങ്കിലും മേടിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു, അപ്പൊ പരീക്ഷ എഴുതണം എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യണം, പരീക്ഷ എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയും പരീക്ഷയിൽ അപ്പിയർ ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ഈ മിനിമം ക്രൈറ്റീരിയ നോക്കുന്നില്ല, ഇത്ര മാർക്ക് ഉണ്ടെങ്കിലാണ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതെന്ന് പറയുന്ന സാഹചര്യം ഇല്ല. ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. കാരണം അത് നമുക്ക് ക്രെഡിറ്റ് അവാർഡ് ചെയ്യണമെങ്കിൽ ആ നിയമം വേണ്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റിനും മാർക്കിനും രണ്ട് വ്യത്യസ്തമായ നിയമം ആകും എന്നുള്ളത് കൊണ്ടാണ് അതിനെ അങ്ങനെ ആക്കിയിരിക്കുന്നത്. പിന്നെ ഉള്ളത് ക്രെഡിറ്റ്, ഇത് പരീക്ഷയ്ക്ക് പോലും എഴുതാതെ തന്നെ ക്രെഡിറ്റ് കിട്ടാവുന്ന ഒരു കാറ്റഗറി ഉണ്ട്, എക്സെപ്ഷണൽ അത്ലറ്റിക് അച്ചീവ്മെന്റിന് കിട്ടുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ആ കാറ്റഗറി പറയുമ്പോൾ മനസ്സിലാവും, കാരണം അവർ കോളേജിൽ ഉണ്ടാകുക പോലും കാണുകയില്ല. അതുകൊണ്ട് അവർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ട് മതി, എക്സാം രജിസ്ട്രേഷൻ പ്രോസസ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് നൽകാവുന്ന ഒരു പ്രപ്പോസലാണ് ഉള്ളത്. അത് സ്പോർട്സ് ആൻഡ് ഗെയിംസുകാരെ ഉദ്ദേശിച്ചുള്ളതാണ്. അപ്പം മജോറിറ്റി, അതുകൊണ്ടാണ് ഈ കോമൺ റൂള് നമ്മൾ അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പം അപ്പിയർ ചെയ്യണമെന്ന് ഉള്ളത് ഒരു കൂട്ടര്, ബാക്കി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വേറൊരു കൂട്ടരുമാണ്. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, നിലവിലുണ്ടായിരുന്ന ഇന്റേണൽ മാർക്കിന്റെ പാർട്ടായിട്ടും ഗ്രേസ് മാർക്ക് കൊടുക്കുകയല്ലായിരുന്നു. ഇപ്പം അതിനെ ഒഴിവാക്കി ടോട്ടൽ മാർക്കിലാണ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്. അതാണ് അടുത്ത വ്യത്യാസം. CCAയും ESCയും കൂടെ കൂടി നമ്മുടെ കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് അസസ്മെന്റിന്റെ മാർക്കും എൻഡ് സെമസ്റ്റർ ഇവാലുവേഷൻ മാർക്കോട് കൂടി ചേർന്ന് വരുന്ന മാർക്കിലാണ് ഗ്രേസ് മാർക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് കുട്ടികൾക്ക് ഇച്ചിരി കൂടെ അഡ്വാൻറ്റേജ് ആകുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതിനും കാരണം ഇതാണ്, ക്രെഡിറ്റ് ആയിട്ട് അവാർഡ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് എൻഡ് സെമസ്റ്റർ മാർക്കിന് മാത്രമായിട്ട് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ക്രെഡിറ്റ് എന്ന് പറയുന്ന കമ്പൈൻഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ആ റൂളും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് അതിനെ ആവശ്യമുള്ള രീതിയിൽ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അത് പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്, ഈ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് അതിന്റെ ബാങ്കിൽ നിന്ന് എടുത്ത് കുട്ടിക്ക് അവാർഡ് ചെയ്യുമ്പം ആ അവാർഡ് ചെയ്യുന്ന കോഴ്സ് പാസ്സാകത്തക്ക രീതിയിലാണ് ഇത് അവാർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് റൂള്. ഇല്ലെങ്കിൽ അത് തിരിച്ച് റിപ്പോസിറ്ററി തന്നെ ഇരിക്കും. നമ്മുടെ റീയൂസ് എപ്പോഴാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഉപയോഗിക്കത്തക്ക രീതിയിലാണ്. അപ്പം ഏറ്റവും അവസാനം മാത്രമേ ഉള്ളൂ അങ്ങനെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ കുട്ടിക്ക് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ട് ഉള്ളതിനെ മേടിച്ചെടുക്കാവുന്ന രീതിയിലും ഇതിനകത്ത് പ്രോസസ്സ് ഉണ്ട്. 1 by 1 ആയിട്ട് ആ പ്രോസസ്സ് മുഴുവൻ എക്സ്പ്ലെയിൻ നമ്മുടെ റെഗുലേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ കാൽക്കുലേഷന് പറയുമ്പം ഒരു വർഷത്തെ അക്കാഡമിക് ഇയർ വെച്ചിട്ടാണ് നമ്മൾ ഒരു ആക്ടിവിറ്റിനെ കണക്കാക്കുന്നത്. അപ്പൊ ഒരു സെമസ്റ്റർ വെച്ചിട്ടല്ല അതിന്റെ പെർസെന്റേജിനെ കാണുന്നത്. ആനുവലി 25% ആണ് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് മാക്സിമം എലിജിബിലിറ്റി പറയുന്നത്. സെമസ്റ്റർ 1ഉം ഓഡ് സെമ്മും ഈവൻ സെമ്മിലും ടോട്ടൽ മാർക്കിനെ ആസ്പദമാക്കിയിട്ടാണ് ഗ്രേസ് മാർക്ക് കാൽക്കുലേഷനിലേക്ക് പോകുന്നത്. അപ്പൊ അത് ആ രീതിയിലാണ് അതിന്റെ കാൽക്കുലേഷൻ ചെയ്തേക്കുന്നത്. അപ്പം ആ സെമ്മില് രജിസ്റ്റർ ചെയ്തേക്കുന്ന കോഴ്സുകളുടെ ടോട്ടൽ മാർക്കിനെ വെച്ചിട്ടാണ് ആ കാൽക്കുലേഷൻ എടുക്കുന്നത്. അത് ആ ലിമിറ്റ് ഗ്രേസ് മാർക്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് വെക്കാം. പരമാവധി 25% ഗ്രേസ് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണൽ കാറ്റഗറീസ് ആണ്, അല്ലെങ്കിൽ അത് താഴെയുള്ള എമൗണ്ടേ ഉണ്ടാകാറുള്ളൂ. അപ്പം ആ രീതിയിലാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കിട്ടിയ ഗ്രേസ് മാർക്കിനെ റിപ്പോസിറ്ററിയിൽ വെച്ചിട്ട് റിപ്പോസിറ്ററിയിൽ നിന്ന് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഒന്നെങ്കിൽ എല്ലാം പൂർത്തിയായ ശേഷം പഠനം പൂർത്തിയാവുന്ന സമയത്ത് അതിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് സ്റ്റേജിൽ ഇടയ്ക്കുണ്ടോ ആ സ്റ്റേജ് വെച്ചിട്ട് യൂസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഏതെങ്കിലും പാസ്സാകാത്ത കോഴ്സ് ഉണ്ടെങ്കിൽ പാസ്സാക്കി മുന്നോട്ട് കൊണ്ടുപോകാവുന്ന രീതിയിലും ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതെല്ലാം വിദ്യാർത്ഥിയുടെ ഫ്രീഡത്തിലാണ് നിർത്തിയേക്കുന്നത്. ഇനി അടുത്തത് എങ്ങനെ ഗ്രേസ് മാർക്കും ഓപ്റ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള നിയമങ്ങൾ സ്ട്രിഞ്ചന്റ് ആയിരുന്നു, അതിനെ റിലാക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്ലിമെന്ററി എക്സാം ഉണ്ടെന്നോ റിവാലുവേഷൻ ഉണ്ടെന്നോ സ്ക്രൂട്ടണി ഉണ്ടെന്നോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും ബാധകമല്ല. വിദ്യാർത്ഥിക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിനെ എൻകാഷ് ചെയ്യാം, അല്ല അതിനെ ക്രെഡിറ്റിനെ അല്ല മാർക്കായിട്ട് റിഡീം ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള എക്സാം ഇപ്പം സപ്ലിമെന്ററി ആയിട്ട് നിന്ന ഒരു എക്സാം ആണെങ്കിൽ ഇത് ആഡ് ചെയ്ത് വേണമെങ്കിൽ ഇംപ്രൂവ്മെന്റിന്റെ കാറ്റഗറിയിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നിൽക്കുവാണെങ്കിൽ ഇത് എനിക്ക് എന്താ പറയുക റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഇത് അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഇടയ്ക്ക് വെച്ച് അതിനെ മാറ്റി അതിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പം ഇത് ആഡ് ചെയ്യുമ്പം അന്നത്തെ ഡേറ്റിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഏതിൽ നിന്നാണ് കിട്ടിയേക്കുന്നത് അതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അത് റെഗുലർ ആയിരിക്കാം, ഇംപ്രൂവ്മെന്റ് വഴിയായിരിക്കാം, സപ്ലിമെന്റ് വഴിയായിരിക്കാം, ഏത് എക്സാം ആണെങ്കിലും അതിൽ അറ്റ് എ ടൈം ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഏത് എക്സാമിൽ നിന്ന് ആ കോഴ്സിന് കിട്ടി ആ മാർക്കിലേക്കായിരിക്കും അപ്ലൈ ഈ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ്. ക്രെഡിറ്റ് ആണെങ്കിൽ കോഴ്സ് വെച്ചിട്ടായിരിക്കും, മാർക്കിന്റെ ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യുന്നില്ല.
അപ്പൊ അതിനകത്ത് ഇൻ കേസ് ചെയ്യുന്ന പാർട്ടായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാറ്റഗറി മാറിയാൽ ഇപ്പം സപ്ലിമെന്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് നിന്നപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്തപ്പം മാർക്ക് പാസ്സായി കഴിയുമ്പോൾ പിന്നെ ആ സപ്ലിമെന്ററിനെ ഓട്ടോ ക്യാൻസൽ ആയിട്ട് ഇംപ്രൂവ്മെന്റ് കാറ്റഗറിയിലേക്ക് ആ കോഴ്സിനെ മാറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സംവിധാനം. അപ്പൊ നിലവിൽ അതിന്റെ ഒരു പാർഷ്യൽ ഫീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ അത് പക്ഷേ വിദ്യാർത്ഥി റിക്വസ്റ്റ് ഒക്കെ കൊടുക്കണം. അതില്ലാതെ തന്നെ ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആക്കിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ റിക്വസ്റ്റ് വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിനെ മാർക്ക് ഏതാണോ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് സ്കീം ഏതാണോ ഓട്ടോ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് റെഗുലേഷൻ മുന്നോട്ട് വെച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അപ്ലൈ ചെയ്തതിന്റെ ഇടയ്ക്ക് റീവാലുവേഷന്റെ റിസൾട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റീവാലുവേഷന്റെ മാർക്കിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ അകത്ത് കൂടുതൽ മാർക്കെങ്കിൽ വിദ്യാർത്ഥി അപ്ലൈ ചെയ്ത സമയത്ത് റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് കുട്ടിയുടെ കിട്ടിയ മാർക്കിനോട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ റീവാലുവേഷൻ വന്നപ്പോൾ മാർക്ക് കൂടുതൽ കിട്ടിയാൽ ആ കൂടിയതിന്റെ അകത്തോട്ട് ഇതിനെ സിസ്റ്റം കൺവേർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ പ്രപ്പോസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നിലവിൽ അനുവദിച്ചിരുന്ന ഒരെണ്ണം തന്നെയാണ് ഒരു ടോപ്പ് അപ്പ് ഫീച്ചർ എന്ന് പറയുന്നത്. ഏതെങ്കിലും കാര്യത്താൽ വിദ്യാർത്ഥി ഡിഗ്രി സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും പെർഫോമൻസിന്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ സബ്മിറ്റ് ചെയ്യാതിരിക്കുകയും അത് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ചോദിച്ചു വരികയും ചെയ്താൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ടോപ്പ് അപ്പ് എന്ന് പറയുന്ന ഫീച്ചർ. നിലവിൽ അത് ഭയങ്കര tedious പ്രൊസീജിയർ ആയിരുന്നു. അപ്പൊ അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതിന്റെ പാർട്ടായിട്ട് റെഗുലേഷന്റെ പാർട്ടായിട്ട് അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു വൺ ടൈം ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡിക്ലറേഷനും അഫിഡവിറ്റും ഒക്കെ വിദ്യാർത്ഥിനും അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളും എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം ഉൾപ്പെടെ റെഗുലേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വൺ ടൈം ടോപ്പ് അപ്പ്, അതായത് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നേരത്തെ കൊടുത്തിട്ടില്ലായിരുന്നു അത് സബ്മിറ്റ് ചെയ്യാൻ. അപ്പം നേരത്തെ ഇത് ഇങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ അവസരമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യമേ ഒരു 3 വർഷ കാലാവധിയിൽ ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയ നിയമം കൊണ്ടുവന്നത്. അപ്പൊ ആ ടോപ്പ് അപ്പിന് ഒത്തിരി പ്രോസസ് ഉണ്ടായിരുന്നു. അതിനെല്ലാം നമ്മൾ ലീഗലൈസ് ചെയ്തു എന്നുള്ളതാണ് എന്റെ വ്യത്യാസം. അപ്പൊ വൺ ടൈം ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, അതിനെ ഇച്ചിരി കൂടെ ഈസി ആക്കി എന്ന് മാത്രം. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്ന ലോജിക്ക് ഇപ്പൊ മാർക്ക് അവാർഡ് ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് അച്ചീവ്മെന്റ് ഉള്ള ആളാണെങ്കിൽ ഓൾറെഡി മാർക്കുകൾ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടാകും. അതിൻ്റെ അകത്തോട്ട് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്താൽ ഒരു കാരണവശാലും മാക്സിമം മാർക്കിനേക്കാളും കൂടുതൽ പോകരുത്. അത് നമ്മളൊരു നിയമത്തിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രം എഴുതിയേക്കുന്നതാണ്. സിസ്റ്റം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഇതുവരെ ഡോക്യുമെന്റ് ചെയ്തില്ലായിരുന്നു പ്രോപ്പർ. അതുകൊണ്ട് ഒരു ഓർഡറുകൾ ഇറങ്ങിയായിരുന്നുണ്ടായിരുന്നു, അതിനെ ഇതിന്റെ ഡോക്യുമെന്റ് പാർട്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് അവാർഡ് ചെയ്യുന്ന സിനാരിയോകളിൽ ഇനി ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ക്രെഡിറ്റ് അവാർഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഗ്രേഡുകൾ അവാർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് നമ്മുടെ ക്രെഡിറ്റിന്റെ ലോജിക്ക് ഒരു ക്രെഡിറ്റിന് 25 മാർക്ക് എന്ന് പറയുന്ന ലോജിക്കാണ്. അപ്പൊ നമ്മൾ എല്ലാ കോഴ്സിനും ഇപ്പൊ നമുക്കറിയാം നമ്മുടെ 1 ക്രെഡിറ്റ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിയറി ഏതാണോ 1 ക്രെഡിറ്റിൽ ഉണ്ടെങ്കിൽ അതെല്ലാം 50 മാർക്കിലാണ് അസസ്മെന്റ് നടത്തുന്നത്. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്താണ് അതിനെ 25ലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഗ്രേസ് മാർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് 25 മാർക്കിലാക്കിയതിന് ശേഷം മാത്രമേ ഗ്രേസ് മാർക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ, അതിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ എന്നുള്ള റൂള് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും തരത്തിൽ ഇതിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേഷനിൽ ഫ്രാക്ഷണൽ പാർട്ട് വന്നാൽ ഒരു കാരണവശാലും അത് ക്യാരി ഫോർവേഡ് ചെയ്യുകയോ അതിനെ സ്റ്റോർ ചെയ്ത് നിർത്തുകയോ ചെയ്യുകയല്ല എന്നുള്ളതാണ്. അത് ആ സ്പോട്ടിൽ തന്നെ ഡിസ്കാർഡ് ചെയ്യും. അപ്പം ഇൻഡിജർ വാല്യൂസിൽ മാത്രമേ ഈ കാര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഇനി ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് അവാർഡ് ചെയ്യുന്നതെങ്കിൽ 25 ക്രെഡിറ്റ് നമ്മൾ പറഞ്ഞ ലോജിക്കാണെങ്കിൽ 25% എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റിന്റെ ഫുൾ മാർക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരുന്ന ക്രെഡിറ്റ് ആയിട്ട് എന്തെങ്കിലും അവാർഡ് ചെയ്താൽ അതെല്ലാം അവാർഡ് ചെയ്യുന്നത് ഗ്രേഡ് പോയിന്റ് 10 ആണ്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ലെറ്റർ ഗ്രേഡ് ആയിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ ക്രെഡിറ്റ് ഈക്വലൻസി മാർക്കിന്റെ ഈക്വലൻസിക്ക് വേണ്ടി കൊണ്ടുവന്ന കണ്ടീഷനാണ്. ഇനി ഇതിനെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന റൂളുകൾ തന്നെയാണ്. ഇങ്ങനെ കൊടുക്കുന്ന മാർക്ക് ഗ്രേസ് മാർക്ക് ഒരിക്കലും റാങ്ക് അല്ലെങ്കിൽ പൊസിഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി യൂസ് ചെയ്യല. പിന്നെ ഇവിടെ നമുക്ക് FIUGP കോൺടെസ്റ്റിൽ പറഞ്ഞ അഡീഷണൽ ആയിട്ട് വരുന്ന OBE റിസൾട്ടിലേക്ക് അതിനെ കൊണ്ടുപോകുകയില്ല. അതായത് ഗ്രേസ് മാർക്ക് കൊണ്ട് കിട്ടുന്ന മാർക്കിന് OBE റിസൾട്ടിലേക്ക് ആഡപ്പ് ചെയ്യല. വിദ്യാർത്ഥി എഴുതി കിട്ടിയ മാർക്കിനെ അല്ലെങ്കിൽ അസസ്മെന്റിന്റെ ഭാഗത്തായിട്ട് കിട്ടിയ മാർക്കിനെ മാത്രമേ OBE അറ്റൈനബിലിറ്റി കാൽക്കുലേഷൻ നമ്മൾ CO കോഴ്സ് ഔട്ട്കം അറ്റൈനബിലിറ്റി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാം ഔട്ട്കത്തിന്റെ കാര്യം എങ്ങനെയാവും അറിഞ്ഞുകൂടാ. അതിന്റെ മുന്നോട്ടുള്ള 4 വർഷം 3 വർഷം ആകുമ്പോൾ എങ്ങനെ അത് ഉണ്ടാവും അറിഞ്ഞുകൂടാ. അപ്പൊ അതിന് നിലവിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം പിന്നെയുള്ളത് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഈ മാർക്ക് ലിസ്റ്റിലുള്ള കോഴ്സിന്റെ അകത്ത് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇൻഡിക്കേറ്റ് അത് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നും റെഗുലേഷന്റെ ഭാഗമായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഇതിനെ ക്രെഡിറ്റ് ആയിട്ട് അവാർഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കോഴ്സ് വേണം. ആ കോഴ്സിന് എഗനസ്റ്റ് ആയിട്ടാണ് ഇത് അവാർഡ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോഴ്സ് വേണമെങ്കിൽ കോഴ്സിന് ടൈറ്റിൽ വേണം, കോഴ്സിന് കോഡ് വേണം. MG യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്ന ഒരു 12 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് കോഡാണ്, 12 ക്യാരക്ടേഴ്സ് ആൽഫ ന്യൂമറിക് കോഡാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് MG എന്നും തേർഡ് ലെറ്റർ എന്ന് പറയുന്നത് സെമസ്റ്ററിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ 3 ലെറ്റേഴ്സ് കോഴ്സിന്റെ കാറ്റഗറി, പിന്നെ 3 ലെറ്റേഴ്സ് ഡിസിപ്ലിൻ ഏരിയ ആണ്, പിന്നെ ഒരു ഡിഫിക്കൽട്ടി ലെവലിന്റെ കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ഈ അവാർഡ് ചെയ്യുന്ന ക്രെഡിറ്റ് ആയിട്ടാണ് അവാർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ മുന്നോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാക്കും. VAC കോഴ്സുകളായിട്ട് ക്രെഡിറ്റ് വരുന്നുണ്ട്, ജനറൽ ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കോഡ് ഇതാണ്. കോഴ്സിന് ഒരു ഡിസിപ്ലിനും ഉണ്ടാവും, ടൈറ്റിലും ഉണ്ടാവും. അപ്പൊ ആ ടൈറ്റിലും എന്താണ്, ഡിസിപ്ലിൻ എന്നാണ്, ആ ഡിസിപ്ലിൻ കോഴ്സ് കോഡ് എന്തായിരിക്കും കാണിക്കുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇതും റെഗുലേഷനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇനി ഓരോ കാറ്റഗറി എടുത്താൽ ഏറ്റവും ഫസ്റ്റ് ക്രീമി ലെയർ കാറ്റഗറി എന്ന് പറയുന്നത് എക്സെപ്ഷണൽ അത്ലറ്റിക് അച്ചീവ്മെന്റ് എന്ന് പറയുന്നതാണ്. അപ്പൊ അത് കാറ്റഗറിക്കാണ് ആദ്യം നമ്മൾ ബെനിഫിറ്റ് പറയുന്നത്. അവർക്ക് ഗ്രേസ് മാർക്ക് അല്ല, ക്രെഡിറ്റ് തന്നെ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഒളിമ്പിക്കിലുള്ള പാർട്ടിസിപ്പേഷൻ, പ്രീ ഒളിമ്പിക്സ്, ആഫ്റ്റർ ഏഷ്യൻ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസോ കോമൺവെൽത്ത് ഗെയിംസിൽ എങ്ങനെയുള്ളതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് 52 ക്രെഡിറ്റ് ആണ് ടോട്ടലി ഡയറക്ട്ലി അവൈലബിൾ ആക്കുന്നത്. ഈ 52 ക്രെഡിറ്റ് ഡയറക്റ്റ്ലി അവൈലബിൾ ആക്കുമ്പോൾ കുഴപ്പം, നമുക്കറിയാം ഡിഗ്രി 3 വർഷം പൂർത്തിയാക്കുന്നതിന് 133 ക്രെഡിറ്റ് ആണ് വേണ്ടത്. 133-നകത്ത് നമുക്ക് അവിടെ സബ് ഡിവിഷൻസ് ഉണ്ട്. 133-ല് 68 എന്ന് പറയുന്ന അവന്റെ മേജർ ഡിവിഷൻ, ആ വിദ്യാർത്ഥിയുടെ മേജർ കോഴ്സിന്റെ ക്രെഡിറ്റ് ഡിസിപ്ലിന്റെ ക്രെഡിറ്റ് ആയിരിക്കണം. 24 എന്ന് പറയുന്നത് 12ന്റെ 2 മൈനർ ഡിസിപ്ലിനിലായിരിക്കണം. ബാക്കി നമ്മൾ പറയുന്ന MDC, SEC, VAC, AEC കാറ്റഗറിയിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് അവാർഡ് ചെയ്യാനായിട്ട് 52 എന്ന് പറയുന്നതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് അതിൽ 32 ക്രെഡിറ്റ് വരെ മേജർ മൈനറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അതുകൂടാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിന് 20 ക്രെഡിറ്റും യൂസ് ചെയ്യാവുന്നതാണ്. അതായത് AEC, SEC, VAC, MDC കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ്. ഇന്റേൺഷിപ്പിനും ഉപയോഗിക്കാം. അതായത് നമ്മൾ കേട്ട ടോട്ടൽ 133-ന്റെ അകത്ത് നിന്ന് 52 ക്രെഡിറ്റ് എന്നാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒരു മേജറിനെ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് 68 ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ക്രെഡിറ്റ് നമ്മൾ 52 കൊടുക്കുകയും വിദ്യാർത്ഥി ബാക്കി 133-ന് ആവശ്യമായ ക്രെഡിറ്റുകൾ വിദ്യാർത്ഥിക്ക് ഉണ്ടാവുകയും ചെയ്യുവാണ്. പക്ഷെ നമ്മുടെ റെഗുലേഷൻ പ്രകാരം ഇങ്ങനെ സബ് കാറ്റഗറി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിഗ്രി അവാർഡ് ചെയ്യാവുള്ളെന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൊട്ടക്ഷൻ എടുക്കാനായിട്ട് പ്രത്യേക മേജർ മൈനർ അങ്ങനെയൊന്നും പറയാതെ ഒരു ജനറൽ ഡിഗ്രി അവാർഡ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഇവിടെ വന്നേക്കുന്നത്. അതായത് BA, BSc, BCom ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് അവാർഡ് ചെയ്യും. അവിടെ ഒരു ഡിസിപ്ലിന്റെ പേരില്ലാതെ വിദ്യാർത്ഥിക്ക് അവാർഡ് ചെയ്യും ഡിഗ്രി. അതാണ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം എനി ബിരുദം എന്ന് പറയാൻ, അല്ലെങ്കിൽ പല ജോലിക്കും എനി ഡിഗ്രി എന്ന് പറഞ്ഞിട്ടാണ് ആവശ്യമുള്ളത്. അപ്പൊ അതിനെ വിദ്യാർത്ഥികൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ BA, BSc, BCom എന്ന് പറയുന്ന ജനറൽ BA, BSc, BCom എന്ന് പറഞ്ഞൊരു ടെർമിനോളജി കൊണ്ടുവരുന്ന. അവിടെ BS എന്താ പറയുന്നത്, ഡിസിപ്ലിന്റെ പേരുണ്ടാകുകയല്ല, ഫിസിക്സ് എന്നോ ഇംഗ്ലീഷിനോ എക്കണോമിക്സ് ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് കാറ്റഗറി. ഈ വിദ്യാർത്ഥിക്ക് പിന്നീട് പഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ക്രെഡിറ്റുമായിട്ട് വന്നാൽ അതിനെ പർട്ടിക്കുലർ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ സ്ട്രക്ചർ റെഗുലേഷൻ പറയുന്ന രീതിയിൽ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആക്കി കിട്ടുവാണെങ്കിൽ അതിലേക്ക് മാറ്റുകയും ചെയ്യാം. അപ്പം അതാണ് ഏറ്റവും ക്രീമി ലെയർ ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് അവാർഡ് ചെയ്യാവുന്ന കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്പോർട്സ് ആൻഡ് ഗെയിംസിന്റെ പെർഫോമൻസ് ആണ്. അത് നമ്മൾ കൺവെൻഷനിൽ ഇപ്പോൾ ഫോളോ ചെയ്തിരുന്നതിനെ ഇത്രയും കൂടെ നമ്മൾ എല്ലാ ഐറ്റത്തിനും ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സ്പോർട്സ് ആൻഡ് ഐറ്റംസ് എന്ന് പറയുന്നത് കേരള സ്പോർട്സ് കൗൺസിൽ ഉൾപ്പെടുത്തിയിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നടത്തുന്നതോ ആയിട്ടുള്ള എല്ലാ ഇവന്റുകൾക്ക് അവാർഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യുമ്പം ഓരോ ലെവലിനെയും വെച്ചിട്ട് അതിന് ക്യൂമുലേറ്റീവ് ആയിട്ട്, അതായത് നമുക്കൊരു ഡിസ്ട്രിക്ട് ലെവൽ ഇവന്റ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവൽ ഇവന്റ് ഉണ്ട്, അതിനെല്ലാം സെപ്പറേറ്റ് ഗ്രേസ് മാർക്ക് ഉണ്ട്. സ്റ്റേറ്റിന്റെ ഉണ്ട്, ഇന്റർ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇന്റർനാഷണൽ ഉണ്ട്. അതെല്ലാത്തിനെയും കൂടെ ക്യൂമുലേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യാം. പക്ഷെ ടോട്ടൽ ചെല്ലുമ്പോൾ 25% ഡീലിമിറ്റ് ചെയ്യുന്നുള്ളതാണ്. 25% വരെ ക്യൂമുലേറ്റീവ് ആയിട്ട് ഒരു അക്കാഡമിക് ഇയറിൽ കൊണ്ടുപോകാം. അടുത്ത അക്കാഡമിക് ഇയറിൽ ഇവന്റ് ആണെങ്കിൽ പിന്നെയും 25% അതിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യാം. ആ രീതിക്കാണ് ഇതിനെ കാണുന്നത് സ്പോർട്സ് ആൻഡ് ഗെയിംസിന്റെ. ഇതിൻ്റെ അകത്ത് കാറ്റഗറി ആയിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പല കാറ്റഗറി അതിന്റെ സൈഡിൽ നമുക്ക് മാർക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റിന് തുല്യമായ പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത്. ക്രെഡിറ്റ് ആയിട്ട് വേണോ മാർക്കായിട്ട് വേണോ എന്നുള്ളത് വിദ്യാർത്ഥിക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പൊ അത് ക്രെഡിറ്റ് കോഴ്സ് പാസ്സാകാത്തവർക്കാണെങ്കിൽ ആ കോഴ്സുകളെ കംപ്ലീറ്റ് ആയിട്ട് ക്രെഡിറ്റ് കൊണ്ട് പാസ്സാകാം. ഇനി അഥവാ ഓരോന്നിനും പാർഷ്യൽ മാർക്കുകൾ ഉണ്ടെങ്കിൽ ഈ മാർക്കായിട്ട് എടുത്തിട്ട് കൂടുതൽ കോഴ്സുകൾ പാസ്സാകാം. അത് ഏതാണോ
സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് അത് വിദ്യാർത്ഥിക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന അധ്യാപകരുടെ അടുത്ത് വിദ്യാർത്ഥികൾ കൺസൾട്ട് ചെയ്യും, ഇതിൽ ഏതാണ് ബെനിഫിറ്റ് എന്ന് അറിയാനായിട്ട്. അപ്പൊ നമുക്കത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ലെവലിലുള്ളതും നോക്കിയാൽ അതിനകത്ത് നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷൻ വന്നാലോ ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ ഗ്രേസ് മാർക്കുകൾ അവാർഡ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം, നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സീനിയർ കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് കിട്ടുന്നതിനൊക്കെ കൂടുതൽ ചാൻസ് പാർട്ടിസിപ്പേഷനാണ്. അപ്പൊ അത് അവർ തമ്മിലുള്ള ഡിമാർക്കേഷൻ ചെറുത രീതിയിലാണ്. പാർട്ടിസിപ്പേഷൻ തന്നെ ഹയർ ക്രെഡിറ്റ് അല്ലെങ്കിൽ മാർക്ക് ഏൺ ചെയ്യത്തക്ക രീതിയിലാണുള്ളത്. പിന്നെ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഇവന്റ്, കേലോ ഇന്ത്യ ഇവന്റ്, സൗത്ത് സോൺ ഇവന്റ്, അങ്ങനെ എല്ലാ കാറ്റഗറിയും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഹയറാർക്കി അനുസരിച്ച് ഗ്രേസ് മാർക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ജൂനിയർ നാഷണൽ, ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി, ഇതിന്റെ അകത്ത് നമുക്ക് 6ാമത്തെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഓരോ വർഷവും എല്ലാ ഇവന്റിനും ചിലപ്പോൾ ഹയർ ഇതിലേക്ക് ടീമിനെ വിട്ടെന്ന് വരികയില്ല. അപ്പം സാമ്പത്തികവും പല പല ക്രൈറ്റീരിയയും വെച്ചിട്ട് റൊട്ടേഷൻ, റോസ്റ്റർ അടിസ്ഥാനമൊക്കെ ആയിരിക്കും. പക്ഷേ വിദ്യാർത്ഥികൾ ആ ടീമിന്റെ ഭാഗമായാൽ ഗ്രേസ് മാർക്ക് നേടാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി വേണ്ടത് ടീമിനെ വിട്ടാലും ഇല്ലേലും ടീമിനെ പ്രഖ്യാപനം നടത്തണം എന്നുള്ളതാണ്. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി സൗത്ത് സോണോ, സൗത്ത് വെസ്റ്റ് സോണോ, ഇന്റർ യൂണിവേഴ്സിറ്റിയിൽ നോൺ പാർട്ടിസിപ്പേഷൻ ആയിട്ടും ഗ്രേസ് മാർക്കിന് അവാർഡ് ഉണ്ട്. അപ്പൊ അവരുടെ ഇവന്റ് ടീമിൽ മെമ്പർ ആയാൽ മതി. അങ്ങനെ ആ ഇവന്റിന് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിലും ടീം പ്രഖ്യാപിച്ചാൽ അതിന്റെ ഒരു ബെനിഫിറ്റ് വിദ്യാർത്ഥിക്ക് യൂസ് ചെയ്യാം. അപ്പൊ അത് സ്പോർട്സുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ അതിനെ മാനേജ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഇവന്റുകൾക്കെല്ലാം വ്യത്യസ്തമായ ഗ്രേസ് മാർക്കുകളുണ്ട്. ഇന്റർ കോളേജിയറ്റ് ഇവന്റുകൾക്ക് വരെ ഗ്രേസ് മാർക്കുകളുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് 4ാം സ്ഥാനത്തിന് വരെയൊക്കെ ഉണ്ട്. 1% ഉള്ളതേ ഉള്ളൂ. 4th പ്ലേസിന് വരെ ഗ്രേസ് മാർക്ക് പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെയാണ് നമ്മൾ ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അഡീഷണൽ, നേരത്തെ ഒരു ഡിസബിലിറ്റിയുടെ കാര്യം പറഞ്ഞിരുന്നു, 5% എക്സ്ട്രാ കിട്ടുന്ന, അത് ഈ കാറ്റഗറിയാണ്. ബ്ലൈൻഡ് സ്റ്റുഡൻസിന് അവർ കണ്ടക്ട് ചെയ്യുന്ന ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് കണ്ടക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഇവന്റിൽ ഫസ്റ്റോ, സെക്കൻഡോ, തേർഡോ ഉണ്ടെങ്കിൽ 5% ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ അകത്തെല്ലാം ഒരു കോഡ് ഉണ്ട്. അപ്പൊ അത് മാർക്ക് ആണെങ്കിൽ അത് സി എന്ന് പറഞ്ഞത് ക്രെഡിറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ആ കോഡ് ക്രെഡിറ്റ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, അതിൽ 31 ഐറ്റം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് മാർക്കിന്റെ കേസിലാണെങ്കിൽ അത് MSGP എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ അത് 2 സെറ്റായിട്ടാണ് റെഗുലേഷനിൽ കൊടുത്തേക്കുന്നത്. കാരണം അതിനെ ഡിസ്റ്റിൻറ്റ് ചെയ്യാനായിട്ട്, ക്രെഡിറ്റ് ആയിട്ടാണോ അവാർഡ് ചെയ്യേണ്ടത്, മാർക്കായിട്ടാണോ അവാർഡ് ചെയ്യേണ്ടതെന്ന് കുട്ടിക്ക് തെരഞ്ഞെടുപ്പിന് അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 2 തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാനും കൂടിയാണ്. അപ്പം ഈ ടേബിളുകളെല്ലാം 2 കാര്യങ്ങൾക്കും എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് 2 ഈ ടേബിൾ ഉണ്ടാകും. ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോഡിന്റെ അകത്തായിരിക്കും വ്യത്യാസം ഉണ്ടാകുക. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സബ്ജക്ടിവിറ്റി ഉണ്ടാകുന്ന ഒരു കാര്യം വരുന്നെന്ന് പറയുന്നത് സ്പോർട്സ് ആൻഡ് ഗെയിംസിന്റെ കേസിൽ. അത് നാഷണൽ, സ്റ്റേറ്റ്, യൂണിവേഴ്സിറ്റി ലെവൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ക്യാമ്പുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ, അതായത് ഒരു ഇവന്റിലേക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവർ അക്കാഡമിക് ഇതിന് വിട്ടുനിന്ന് ഈ ക്യാമ്പിന്റെ പാർട്ടായാൽ അവർക്ക് ക്രെഡിറ്റ് നേടാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഇവിടെ വ്യത്യസ്തമായിട്ട് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഇത് ആരുടേത് വാലിഡ് ആണ്, അവിടെ ഈ വിദ്യാർത്ഥി എഫക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു കമ്മിറ്റിയുടെ പർപ്പസ് വേണ്ടി വരുന്നത്. അതാണ് സബ്ജക്ടിവിറ്റി ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഇപ്പൊ കോച്ചിങ് ക്യാമ്പ് കണ്ടക്ട് ബൈ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് അസോസിയേഷൻ, നാഷണൽ ഫെഡറേഷൻ, അങ്ങനെയുള്ളടത്തൊക്കെ പാർട്ടിസിപ്പേഷൻ ആ ക്യാമ്പിൽ പങ്കെടുത്താൽ അത് മുൻകൂർ അനുമതിയോടുകൂടി ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡും പ്രിൻസിപ്പലിന്റെ അനുമതിയോടുകൂടി ഡയറക്ടറിനെ ഇന്റിമേറ്റ് ചെയ്തുകൊണ്ട് പങ്കെടുത്താൽ അതിന് ഈ ഫൈനൽ ഇവന്റിനൊക്കെ മുമ്പ് നടക്കുന്ന ക്യാമ്പിന്റെ ഡ്യൂറേഷനിലെ വർക്കിനനുസരിച്ച് വിദ്യാർത്ഥിക്ക് ക്രെഡിറ്റ് നേടാം. അവിടെ 2 തരത്തിലാണ് ക്രെഡിറ്റ് നേടാവുന്നത്. ഒന്ന് VAC കോഴ്സ്, വാല്യൂ ആഡഡ് കോഴ്സ് ആയിട്ട് ഇതിനെ പരിഗണിച്ചുകൊണ്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ ട്രെയിനിങ് ക്യാമ്പിന്റെ പെർഫോമൻസ് വെച്ചിട്ട് 60 മണിക്കൂറിന് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് പരമാവധി 12 ക്രെഡിറ്റ് വരെ നേടാവുന്ന ഒരു ഓപ്ഷനും, വൊക്കേഷണൽ മൈനർ എന്നൊക്കെ പറഞ്ഞിട്ട് നേടാവുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് അഡീഷണൽ വന്നേക്കുന്നത്. അതാണ് ക്യാമ്പിന്റെ പാർട്ടിസിപ്പേഷൻ. ഇത് എൻ്റെ പുതിയൊരു ആശയമായിട്ടാണ് ഉള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കോളേജ് ലെവലിൽ നടക്കുന്ന ആക്ടിവിറ്റികൾക്ക് VAC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 3 തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യമാണ് VAC സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. 4 കാറ്റഗറിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെയാണ് സ്പോർട്സ് ആക്ടിവിറ്റീസ് അറ്റ് കോളേജ് ലെവൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ഹെൽത്ത് കോൺഷ്യസ് ആകാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേരടക്കമാകുന്ന ഒരു ഘടകമായിട്ടാണ് ഇതിനെ കൊണ്ടുവരുന്നത്. കോളേജിൽ നടക്കുന്ന റെഗുലർ സ്പോർട്സ് ആക്ടിവിറ്റി, ഫിറ്റ്നസ് ഡ്രൈവ്, യോഗ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഫിസിക്കൽ പ്രോഗ്രാം, അങ്ങനെ കോളേജ് ലെവലിൽ കണ്ടെത്തുന്നതും കോളേജ് വരെ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതിന്റെ പാർട്ടിസിപ്പേഷൻ
കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റിയോ അല്ലെങ്കിൽ കോളേജ് ഏൽപ്പിക്കുന്ന ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ മോണിറ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ 240 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു വർഷം 240 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു എന്ന് സർട്ടിഫൈ ചെയ്താൽ 3 ക്രെഡിറ്റ് ഉള്ള ഒരു VAC ആയിട്ട് ഇതിനെ പരിഗണിക്കാം. അപ്പൊ ഇങ്ങനെ VAC അവാർഡ് ചെയ്യുമ്പോൾ എന്താണ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആക്ടിവിറ്റി കോഡും ഡിസിപ്ലിനും ഒക്കെ നേരത്തെ വന്ന ടേബിൾ പ്രകാരം ഏത് സെമസ്റ്ററിലെ VAC ആയിട്ട് ഇതിനെ ആഡ് ചെയ്യുന്നു ആ കോഡ് വെച്ചിട്ട് അതിനെ വിദ്യാർത്ഥികൾക്ക് നൽകാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് VAC കോഴ്സ് ആയിട്ടുള്ള ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കൾച്ചറൽ ഇവന്റ്സിന്റെ പാർട്ടിസിപ്പേഷന് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് ഏതൊക്കെ ഇവന്റുകൾ ഉണ്ടെന്നുള്ളത് ആനുവൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ ലിസ്റ്റിന്റെ അത് യൂണിവേഴ്സിറ്റി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഇവന്റുകൾക്കും ഇത് എലിജിബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്ന അനുസരിച്ച് ഇതിനെ എലിജിബിൾ ആകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈച്ച് പെർഫോമൻസിന് സ്റ്റുഡൻസിന്റെ ഏത് ലെവല് വന്നാലും അതിനെ ക്യൂമുലേറ്റീവ് ആയിട്ട് പരിഗണിക്കും. ഇവിടെ മാക്സിമം സീലിംഗ് എന്ന് പറയുന്നത് 20% ആണ്. നേരത്തെ സ്പോർട്സിന്റെ കേസിൽ അത് 25% ആയിരുന്നു. പക്ഷെ കൾച്ചറൽ കേസിൽ 20% സീലിംഗ് ആണുള്ളത്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് ലെവലിലുള്ളത് ഇന്റർ കൊളീജിയറ്റ്, ഇന്റർ സോണിൻ, ഇൻഡിവിജ്വൽ ഇവന്റ്സുകൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. ഇന്റർ കൊളീജിയറ്റിന്റെ അകത്ത് നമുക്ക് ഇപ്പൊ നിലവിൽ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി ഫസ്റ്റിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അവർക്കും ഹയർ ഗ്രേഡിലുള്ള ഗ്രേസ് മാർക്കുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇവയുടെ എല്ലാം ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന് പർട്ടിക്കുലർ ഏരിയ വെച്ചിട്ടും സീലിംഗ് ഉണ്ട്. ക്യൂമുലേറ്റീവ് സീലിംഗ് കൂടാതെ ഒരു ഏരിയ വെച്ചിട്ടും സീലിംഗുകൾ ഉണ്ടെന്നുള്ളതാണ്. ഇത് സ്റ്റേറ്റിന്റെ പ്രൊപ്പോസലിൽ ഉണ്ടായിരുന്ന സീലിംഗ് ആണ്. സ്റ്റേറ്റ് വൈഡ് യൂണിഫൈഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് മാറ്റം വരുത്തിയിട്ടില്ല. ആ സീലിംഗിന്റെ അകത്ത് അത് സൗത്ത് സോണും ഇന്റർ സോണും എല്ലാത്തിനകത്തും പാർട്ടിസിപ്പേഷൻ വരെ അതിനകത്ത് മാർക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് നേടാമെന്നുണ്ട്. ഓരോ സെപ്പറേറ്റിന്റെ അതും ആ ലിമിറ്റഡ് ടു 5%, 1 and 2 എന്ന് പറഞ്ഞാൽ 1 and 2 ആക്ടിവിറ്റിക്കും കൂടെ ക്യൂമുലേറ്റീവ് ആയിട്ട് 5% എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ആ രീതിയിലാണ് അതിനെ സെപ്പറേറ്റ് സീലിംഗ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നാഷണൽ ലെവലിൽ പോയാൽ ഏറ്റവും കൂടിയാൽ നമുക്ക് ചെയ്യാവുന്നത് 20 ക്രെഡിറ്റ് വരെ ക്യൂമുലേറ്റീവ് ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഒരു ഇവന്റിന് തനിയായിട്ട് അവിടെ 20 ക്രെഡിറ്റ് കിട്ടത്തില്ല എന്നുള്ളതാണ്. കൾച്ചറൽ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് NCC ആണ്. NCCയുടെ വ്യത്യാസം ഇവിടെ 2 തരത്തിലാണ്. NCC കൊണ്ട് 3 തരത്തിൽ എന്ന് പറയാം. NCC കൊണ്ട് കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഒന്ന്, NCCയിലെ ആക്ടിവിറ്റി കൊണ്ട് 75% അറ്റൻഡൻസ് ഉണ്ടെന്നുള്ള വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു VAC 3 ക്രെഡിറ്റ് VAC ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. ഇത് കോളേജിലെ അസോസിയേറ്റ് NCC ഓഫീസറാണ് വെരിഫൈ ചെയ്ത് പ്രൂഫായിട്ട് കൊടുക്കേണ്ടത്. അത് പ്രിൻസിപ്പളിനെ സബ്മിറ്റ് ചെയ്യുന്ന കാര്യം അത് ആ ലെവലിലാണ് അതിന്റെ കാര്യം നടക്കേണ്ടത്. അങ്ങനെ കൂടാതെ NCCയിൽ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് 20% വരെ ഓപ്ഷൻ ഉണ്ട്. അതാണ് രണ്ടാമത്തെ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റിന് ഓപ്ഷൻ. മൂന്നാമത്തെ എന്ന് പറയുന്നത് എലക്റ്റീവ് ഡിസിപ്ലിൻ ആയിട്ട് NCC കൊണ്ടുവരാം. അതായത് NCC ഡയറക്ടറേറ്റ് കൊണ്ടുവന്ന ഒരു പ്രൊപ്പോസലാണ് എലക്റ്റീവ് ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുവരാം. അതായത് ആ എലക്റ്റീവ് ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുവന്നാൽ ഈ മുകളിലത്തെ 2 കാര്യങ്ങൾ അവർക്ക് എലിജിബിൾ അല്ല. അത് 2 കാര്യങ്ങൾ എടുത്ത ആൾക്ക് എലക്റ്റീവ് ഡിസിപ്ലിന്റെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എലക്റ്റീവ് ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുവന്നാൽ വൊക്കേഷണൽ മൈനർ ആയിട്ടോ SCC ആയിട്ടോ VAC ഒക്കെ ആയിട്ടോ കോഴ്സുകൾ പഠിച്ച് NCCനെ ഒരു കോഴ്സായിട്ട് പഠിക്കാനായിട്ട് പാർട്ടുണ്ടാവും. അതിന്റെ സിലബസ് NCC ഡയറക്ടറേറ്റ് തയ്യാറാക്കി യൂണിവേഴ്സിറ്റി സമർപ്പിച്ച് അതിന്റെ അക്കാഡമിക് ബോഡികൾ പാസ്സാക്കേണ്ടതുണ്ട്. അത് നിലവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഈ പ്രൊവിഷൻ മാത്രമേ എലക്റ്റീവ് ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി നമ്മുടെ ഡോക്യുമെന്റിന്റെ പാർട്ടാണ്. കാരണം അത് നമുക്ക് ഈ റെഗുലേഷന് ഭാഗമായിട്ട് വരാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അക്കാഡമിക് ആയിട്ടുള്ളതായതുകൊണ്ട് ആ രീതിയിലാണ് അതിനെ വരേണ്ടത്. ഇവിടെ നമ്മൾ ആക്ടിവിറ്റീസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഡേയിലെ പാർട്ടിസിപ്പേഷന് 12 ക്രെഡിറ്റ് അല്ലെങ്കിൽ 12% ക്രെഡിറ്റ് ഏൺ ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഓരോ തരത്തിലുള്ള ക്യാമ്പുകളെ പരമാവധി തന്നിരുന്ന ക്യാമ്പുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയും നിലവിലുണ്ടായിരുന്ന എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ലെവലിനും അതിനനുസരിച്ചുള്ള കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട്. അത് ഈവൻ B സർട്ടിഫിക്കറ്റ്, C സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തൊട്ട് ഈ പറയുന്ന ഇവന്റുകൾ പ്രീ NSC ഓരോ തലത്തിലുള്ള ക്യാമ്പുകൾക്കും ഗ്രേസ് മാർക്ക് ഓഫ് ക്രെഡിറ്റ് ഉണ്ട്. അതിലെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ബ്ലഡ് ഡൊണേഷൻ ആണ്. 4 തവണ ഒരു അക്കാഡമിക് ഇയറിൽ ബ്ലഡ് ഡൊണേഷൻ നടത്തിയ 2% ഗ്രേസ് മാർക്കിന് എലിജിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അവിടെ 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ 3% ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ VAC കൂടാതെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് അവിടെ ഉണ്ടാകാവുന്നത്. അപ്പൊ അത്രയാണ് ആ ശതമാനത്തിനകത്ത് ഉണ്ടാകുന്നത്. ഇതിന്റെ അകത്ത് മാക്സിമം സീലിംഗ് 20 ക്രെഡിറ്റ് ആണ് NCCയുടെ കാര്യത്തിൽ. ഇതേപോലെ തന്നെ NSSനും ഉണ്ട്.
NSSന് മിനിമം മറ്റേതിന് 70% ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ 240 hours ഓഫ് എൻഗേജ്മെന്റ് ആണ് NSSന്റെ കേസിൽ. അതിന്റെ കൂടാതെ 7 day ക്യാമ്പ് പാർട്ടിസിപ്പേഷൻ ആണ്. 3 credit BAC ആയിട്ട് കുട്ടികൾക്ക് ഈ പറയുന്ന നാഷണൽ സർവീസ് സ്കീമായിട്ട് തന്നെ ഡിസിപ്ലിൻ മാർക്ക് ചെയ്തുകൊണ്ട് കിട്ടുന്ന BAC. അപ്പം ആ പ്രിവിലേജ് NCCയുടെ പോലെ തന്നെ NSS വിദ്യാർത്ഥികൾക്കും ഉണ്ട്. ഇത് NSSന്റെ പ്രോഗ്രാം ഓഫീസറാണ് ഇതിനെ വാലിഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനെ NSSന്റെ ഇതുപോലെ ഇവന്റുകൾക്ക് കിട്ടുന്നുണ്ട്. അതിന് സബ്ജക്ട് മാക്സിമം ഉണ്ട്. ആ മാക്സിമം നമ്മൾ സെറ്റ് ചെയ്യുന്നത് 20% വരെയാണ് ഇതിനകത്ത് എലിജിബിൾ ആകാവുന്ന കാറ്റഗറി. എല്ലാ കാറ്റഗറിയും കൂടെ ക്യൂമുലേറ്റ് ചെയ്ത് NCCക്കകത്ത്. ഇനി NSSന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയതെന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻ ഇന്റർനാഷണൽ ഇവന്റ്സോ സ്റ്റേറ്റ് ഡയറക്ടറേറ്റിന്റെ അകത്താണ് 7% വരുന്നത്. അങ്ങനെ ഓരോ ലെവലിലുള്ള നാഷണൽ ലെവൽ അവാർഡ്, RD പരേഡിനകത്ത് പങ്കെടുക്കുന്നു, അങ്ങനെയുള്ള തൊട്ട് ഏറ്റവും അവസാനത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേഷൻ വരെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ സ്റ്റേറ്റ് ലെവൽ 7 day ക്യാമ്പിന് 3% ഉണ്ട്. സ്റ്റേറ്റ് ഇവന്റുകളുണ്ടല്ലോ, ഇവരുടെ കൾച്ചറൽ ഇവന്റ്സുകളുണ്ട്, അതിനും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ലീഡർഷിപ്പ് ക്യാമ്പ് പറഞ്ഞു. ബ്ലഡ് ഡൊണേഷൻ 4 തവണ കൊടുക്കുവാണെങ്കിൽ NSSും NCCയിലും ഉള്ള സ്റ്റുഡൻസ് 4 തവണ ബ്ലഡ് ഡൊണേഷൻ ഒരു വർഷം നടത്തിയാൽ അവരുടെ 2% ക്രെഡിറ്റിന് ഏൺ ചെയ്യാനുള്ള പ്രിവിലേജ് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ ഇവരുടെ സോഷ്യൽ എൻഗേജ്മെന്റിന്റെ പാർട്ടായിട്ട് ഡിസാസ്റ്റർ അങ്ങനെയുള്ള ഇവന്റുകൾ അറ്റാച്ച്മെന്റിനും ഇവർക്ക് ക്രെഡിറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്നേക്കുന്ന ഓൺട്രപ്രണർഷിപ്പ് വെഞ്ചേഴ്സ്. അത് എലിജിബിൾ പാർട്ടിസിപ്പേഷൻ എല്ലാത്തിനും കൂടെ കൂടിയുള്ളതാണ്. നമ്മുടെ ഗവൺമെന്റ് പ്രൊപ്പോസ് ചെയ്ത ലേൺ സ്കീമും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ അങ്ങനെയുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ആണെങ്കിൽ അതിനെല്ലാം കൂടെ ക്യൂമുലേറ്റീവ് ആയിട്ട് 240 hours സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു VAC ആയിട്ട് ഫസ്റ്റ്ലി റെക്കഗ്നൈസ് ചെയ്യാം. അപ്പം അടുത്ത കാറ്റഗറി VAC ആയി എന്നുള്ളതാണ്. ഇതും അതാത് കോളേജിലെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഇതിനെല്ലാം ചാർജ് ആയ ഫാക്കൽറ്റീസ് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് ആയ ട്രെയിൻഡ് ആയ ഫാക്കൽറ്റി. അവരാണ് ഇതിനെ വെരിഫൈ ചെയ്ത് നോഡൽ ഓഫീസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ അവർ വെരിഫൈ ചെയ്ത് പ്രിൻസിപ്പലിന് സബ്മിറ്റ് ചെയ്തിട്ടാണ് ഇതിനെ പ്രോസസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്തെ കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് ഇതൊരു കംപ്ലീറ്റ് സക്സസ്ഫുൾ മോഡൽ അല്ലെങ്കിലും ക്രെഡിറ്റ് കൊടുക്കത്തക്ക രീതിയിലാണ്. ഒരു പ്രോട്ടോടൈപ്പ് വർക്കിംഗ് മോഡൽ ആക്കാൻ നമുക്കറിയാം. ഒരു 3 വർഷം കൊണ്ട് ഇതൊന്നും എൻറ്റയർലി സക്സസ്ഫുൾ ആയെന്ന് വരികയില്ല. അപ്പൊ അതിന്റെ ആ ലെവലുകൾ അസസ് ചെയ്തിട്ട് കൊടുക്കാൻ. അതുകൊണ്ടാണ് ഇതിനകത്ത് സബ്ജക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞത്. ആ സബ്ജക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ഒരു കമ്മിറ്റീനെ പ്രൊപ്പോസ് ചെയ്തേക്കുന്നത്. നമുക്ക് എല്ലാത്തിനും ക്ലിയർ കട്ട് ഡോക്യുമെന്റിൽ ഉണ്ടാകണമെന്നില്ല. അപ്പൊ ആ സബ്ജക്ടിവിറ്റിനെ വെരിഫൈ ചെയ്തിട്ട് ജെന്യുവിൻ ആണെന്ന് ഉറപ്പാക്കി ഈ തരത്തിലുള്ള ആക്ടിവിറ്റികൾക്ക് ക്രെഡിറ്റ് അല്ലെങ്കിൽ മാർക്ക് അവാർഡ് ചെയ്യാവുന്നതാണ്. പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ബിസിനസ് സർവീസ് ലോഞ്ചോ ടീമിംഗ് ആൻഡ് കമ്പനി ഫോർമേഷനോ ഐഡിയേഷന് അങ്ങനെയുള്ള ഓരോ കാറ്റഗറിക്കും ഉണ്ടാകാം. കൂടാതെ ബാക്കിയുള്ള നമ്മൾ പറയുന്ന ഏതെങ്കിലും ഇപ്പൊ ഡിസ്കിന്റെ ഒക്കെ ഭാഗമായിട്ട് ഐഡിയ ഹാക്കത്തോണൊക്കെ നടക്കുന്നുണ്ട്. കൂടാതെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ലെവലിലുള്ള പാർട്ടിസിപ്പേഷനുകൾ ഉണ്ട്, ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ക്രെഡിറ്റ് ഏൺ ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ എന്ത് തരത്തിൽ കരിക്കുലറോ കോ കരിക്കുലറോ ആയിട്ട് ആക്ടിവിറ്റിയിൽ എഫക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ റെക്കഗ്നൈസ് ചെയ്യാനാണ് ഈ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അവർ അക്കാഡമിക്കലി സ്പെൻഡ് ചെയ്യുന്നതിന് തുല്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു മേഖലയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ നിന്നുള്ള ക്രെഡിറ്റ് നേടിയതായിട്ട് അവന്റെ രേഖപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കിട്ടുന്ന വിദ്യാർത്ഥി അവന്റെ ഡിസിപ്ലിൻ ഏരിയയിലേക്ക് വരികയും ഇതിനൊരു ഡോക്യുമെന്റ് ചെയ്യണമെങ്കിൽ രണ്ടാമതൊരു ഡോക്യുമെന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ തന്നെ അവന് എക്സ്പെർട്ടൈസ് നേടി എന്ന് പറയാനായിട്ടാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അകത്തെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഒന്ന് ഹൈഡ് ചെയ്യേണ്ടവർ ഹൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് നേടേണ്ടവർക്ക് ക്രെഡിറ്റ് നേടുകയും ചെയ്യാം. ഇനി ഇതാണ് ഞാൻ ആദ്യം നേരത്തെ സൂചിപ്പിച്ച NCCയുടെ എലക്റ്റീവ് ഡിസിപ്ലിൻ കാറ്റഗറി. അതായത് ഒരു ഡിസിപ്ലിൻ ആയിട്ട് പഠിക്കാനുള്ള എലിജിബിലിറ്റി തരുന്നു. പക്ഷെ അത് അതിന്റെ സിലബസ് ഉണ്ടാകണം. സിലബസ് അങ്ങനത്തെ പ്രോഗ്രാം ഉണ്ടായില്ല. അസസ്മെന്റ് മെത്തഡോളജി പറയണം. കാരണം അത് കോഴ്സായിട്ട് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ എൻ്റെ കരിക്കുലം ഉണ്ടാകണം. ആ കരിക്കുലം ഡെവലപ്മെന്റ് ഇതുവരെ നടന്നിട്ടില്ല. NCC ഡയറക്ടറേറ്റിന്റെ പ്രപ്പോസലും ഡിസ്കഷനൊക്കെ നടന്നാലും അതൊന്നും എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടില്ല. ANOമാരാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ആശയത്തിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ആകെ പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റ് ഈക്വലന്റ് അവർ എന്ന് പറയുന്നത് നമ്മുടെ 60 hours ആണ്. നമ്മുടെ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കിന്റെ ഒരു ലോജിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 1 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 60 hours ഓഫ് എൻഗേജ്മെന്റ് ആയിട്ടാണ് NCC. അപ്പൊ അതിന്റെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ രീതിക്കാണ് പ്രിപ്പയർ ചെയ്ത് വരേണ്ടത്. കാരണം ക്ലാസ് റൂം സ്റ്റഡിയേക്കാൾ കൂടുതൽ അതർ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നുള്ളതുകൊണ്ട്. ഇനി ഇതുവർക്ക് എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് അതിനെ വൊക്കേഷണൽ മൈനർ ആയിട്ടോ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടോ വാല്യൂ അഡീഷൻ കോഴ്സ് ആയിട്ടാണ് ഇതിനെ എടുക്കാവുന്നത്. അപ്പൊ NCCക്ക് ആ ചോയ്സിലേ ഉള്ളൂ. ഒരു മൈനർ അല്ലെങ്കിൽ SEC VAC കാറ്റഗറിയിലായിട്ടാണ് എലക്റ്റീവ് കോഴ്സ് ആയിട്ട് ഇതിനെ കൊണ്ടുവരാവുന്നത്.
ഇനി നമ്മൾ പുതുമയായിട്ട് വന്ന ഒരു കാര്യം ഇതാണ്, കോളേജ് യൂണിയന്റെ ഭാരവാഹികൾക്ക് അവരെ ലീഗലി ഡോക്യുമെന്റ് ചെയ്യുക, അല്ല അവരുടെ കാര്യത്തിനെ കോഴ്സായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. അപ്പൊ അതായത് എലക്റ്റഡ് ആയിട്ടുള്ള ഓഫീസ് ബെയറേഴ്സിന്, കോളേജ് യൂണിയനിലെ എലക്റ്റഡ് ഓഫീസ് ബെയറേഴ്സിന് ഒരു 3 ക്രെഡിറ്റ് VAC ഒരു അക്കാഡമിക്കലി കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ് ഈ റെഗുലേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടത് എലക്റ്റഡ് പ്രൊസീജിയറിലൂടെ വന്നവരായിരിക്കണം. ഇപ്പൊ ഇവിടെയുള്ള പ്രത്യേകത വെച്ചാൽ പല കോളേജിലും അങ്ങനെ ഇലക്ഷൻ ഒന്നുമല്ല, മാനേജ്മെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിന് എലിജിബിലിറ്റി ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയും വിദ്യാർത്ഥി പ്രതിനിധികളെ ഇലക്ഷനിലൂടെ കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻഡയറക്റ്റ് കാര്യം. അപ്പം എല്ലാ കാലത്തും വിദ്യാർത്ഥികളുടെ അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഉണ്ടാകണം, ആ പറയുന്ന വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാനും. അപ്പൊ അതിൻ്റെ അകത്ത് ആ പ്രസിഡൻഷ്യൽ മോഡിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ഇറക്കിയിരിക്കുന്ന ഇലക്ഷൻ ഗൈഡ് ലൈനുകൾക്ക് പ്രകാരം നടത്തിയ ഇലക്ഷനുകളായിരിക്കണം. ഒന്നെങ്കിൽ അത് പ്രസിഡൻഷ്യൽ മോഡാകാം, അല്ലെങ്കിൽ പാർലമെന്റ് മോഡാകാം. സിമ്പിൾ മജോറിറ്റിയിൽ ഇലക്ഷൻ നടന്നിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നടന്ന ഇലക്ഷനുകൾക്കകത്ത് മാത്രമേ വിദ്യാർത്ഥികൾക്ക് എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതിൽ ഓഫീസ് ബെയറേഴ്സിൽ ഇന്ന കാറ്റഗറിയിലുള്ളവരെല്ലാം പരാമർശിച്ചിട്ടുണ്ട്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ജനറൽ സെക്രട്ടറി, കൗൺസിലേഴ്സ്, യൂണിവേഴ്സിറ്റി. അതായത് ഇലക്ഷൻ നോട്ടിഫിക്കേഷനിലുള്ള പോസ്റ്റുകളാണ് ഇതെല്ലാം. ആ നോട്ടിഫിക്കേഷനിലെ പോസ്റ്റുകളെ ആണ് ഇതിൻ്റെ അകത്ത് ഓഫീസ് ബെയറേഴ്സ് ആയിട്ട് സൂചിപ്പിച്ചേക്കുന്നത്. ഈ ഓഫീസ് ബെയറേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ഒരു VAC ആയിട്ട് ആ കോഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ എഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിന്റെ യൂണിയൻ അഡ്വൈസറിന്റെ ലെവലിലാണ് അതിനെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സും പ്രിൻസിപ്പൽ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് പ്രകാരമാണ് അവർക്ക് അവാർഡ് ചെയ്യുന്നത്. ഇനിയുള്ള കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡിസബിലിറ്റി ഏബിൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറിയാണ്. നമുക്കറിയാം RPW ആക്ട് 2016 വന്നപ്പോഴാണ് ഈ പറയുന്ന ഫീച്ചർ വന്നത്. ആ ഫീച്ചർ വന്ന് അത് കാലക്രമേണ നടത്തി വന്നപ്പോൾ പലവിധ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ പല 20 ഓർഡറുകൾ തന്നെ ഇതിനു വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പൂർണ്ണ രൂപത്തിലൊരു വായന പലർക്കും ബുദ്ധിമുട്ടായിരുന്നു. പല ഓർഡറുകളെ റെഫർ ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. അപ്പൊ അതിനെല്ലാം കൂടെ നമ്മൾ ക്രോഡീകരിച്ച് ഒരു സിംഗിൾ ഡോക്യുമെന്റിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഡിഫറൻറ്റ് ഏബിളിന്റെ കേസിൽ. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിലവിലത്തെ ഉള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഉള്ളത്. അപ്പൊ അതിനെ ഗ്രേസ് മാർക്ക് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് 22 ഡിസബിലിറ്റി കാറ്റഗറിയിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ആ 22 എണ്ണം നമ്മുടെ RPW ആക്ട് ഡോക്യുമെന്റ് പറഞ്ഞിരിക്കുന്ന 22 എണ്ണമാണ്. അപ്പൊ ആ 22 എണ്ണത്തിന് നമ്മളിവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് 22 ഡിഫറെന്റ് ഏരിയാസിന്. അപ്പൊ അത് പ്രകാരമായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇവിടെയുള്ള ആദ്യ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് സർവകലാശാല ഹാർഡ് കോപ്പി അല്ല. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് ഇല്ല. കോളേജ് മേടിച്ച് കോളേജ് അതിന്റെ കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് കോളേജ് ഓഫീസിൽ നിന്ന് സബ്മിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫോമുകളും അതിൻ്റെ അകത്തെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് അസിസ്റ്റൻസ്, സ്ക്രൈബിന്റെ കാര്യമൊക്കെയാണ്, സ്ക്രൈബിന്റെ ഡാറ്റ എൻട്രി ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ അകത്താണ് ഉള്ളത്. ഇവിടെ നമുക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസിന് നിലവിൽ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജിന് എക്സംഷൻ ഉണ്ടായിരുന്നു. FIUGP വന്നപ്പോൾ അതിനെ നമ്മൾ AEC അതർ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടാണ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് അതർ ലാംഗ്വേജ് എന്നാണ്. നിലവിൽ ആ നിയമങ്ങളൊന്നും മോഡിഫൈ ഇല്ലാതെ ഇതിന്റെ പാർട്ടായിട്ട് മോഡിഫൈഡ്. ഇനി AEC അതർ ലാംഗ്വേജുകൾക്ക് ലാംഗ്വേജ് എക്സെപ്ഷൻ ഉണ്ട്. ബേസിക്കലി സ്ക്രൈബിനെ കിട്ടിയല്ലാത്തൊരു സാഹചര്യം വെച്ചിട്ടും കൂടെയാണ് അതർ ലാംഗ്വേജസിന് എക്സെപ്ഷൻ ഉണ്ടാകുന്നത്. അത് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണ്ടിന്യൂസ് ഇവാലുവേഷന് പാർട്ട് ഉണ്ടാകണം. അതിൻ്റെ അകത്ത് AECക്ക് മാത്രം കണ്ടിന്യൂസ് ഇവാലുവേഷന് മാർക്കും പരിഗണിക്കുന്നില്ല. അത് കംപ്ലീറ്റ്ലി ബാക്കിയുള്ള കോഴ്സുകൾക്ക്, ആ സെമസ്റ്ററിലുള്ള ബാക്കിയുള്ള കോഴ്സുകളിലെ ആവറേജ് CCA മാർക്ക് എടുത്തിട്ടായിരിക്കും AEC അതർ ലാംഗ്വേജിന്റെ ESയുടെ മാർക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പൊ ആ സെമ്മിൽ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കിന്റെ ആവറേജ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ആദ്യമേ തന്നെ അപ്ലൈ ചെയ്യുന്ന കാറ്റഗറിക്ക് അനുസരിച്ച് ഇത് എലിജിബിൾ ആയിട്ടുള്ളവരുണ്ട്, എലിജിബിൾ അല്ലാത്തവരുണ്ട്. ആ കാറ്റഗറിക്ക് അനുസരിച്ച് ഈ എലിജിബിലിറ്റിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയുള്ളത് പലതരത്തിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റി, ഒന്ന് കൺസെഷനുകളുണ്ട്, പലതരം പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അസസ്മെന്റ് പാർട്ടുകളിൽ ടേക്ക് പാർട്ട് ചെയ്യാതിരിക്കാനോ അല്ലെ ടേക്ക് പാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രിവിലേജുകളോ ആയിട്ട് കുറെ ഉണ്ട്. അതാണ് നമ്മൾ കൺസെഷൻ എന്ന് പറയുന്നത്. കൂടാതെ മാർക്കും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് രണ്ടും കൂടെ കിട്ടുന്ന കാറ്റഗറി ഉണ്ടാവും. ഇനി ഇത് കൂടാതെ നമുക്കൊരു വൈവ എന്ന് പറയുന്ന എക്സെപ്ഷൻ ഉണ്ട്. അത് നിലവിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കുണ്ടായിരുന്നത് 6ാം സെമ്മിന്റെ അവസാനം ഉണ്ടായിരുന്ന പ്രോജക്റ്റും അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വൈവ എന്നായിരുന്നു. പക്ഷെ നമ്മുടെ പുതിയ അസസ്മെന്റ് മെത്തേഡ് വന്നപ്പോൾ എന്താ, ഈ വൈവ എല്ലാം ചില കോഴ്സിന്റെ പാർട്ടായി. അപ്പൊ അവിടെ ഒരു ക്ലാരിറ്റിയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ആ വൈവ എന്ന് പറയുന്നത് ഇപ്പം ഒരു പരീക്ഷ നമുക്കൊരു ക്രെഡിറ്റിന് 25 മാർക്കാണ് അസസ്മെന്റ്. അതിനെ നമ്മൾ 17 7 അല്ലെങ്കിൽ 35 15 എന്ന് പറയുന്ന കാറ്റഗറി പറയുന്നു. ഈ 35 മാർക്കിനും
വൈവ ആണെങ്കിലാണ് ഈ എക്സംഷൻ പ്രിവിലേജ് കിട്ടുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ചിലർ പ്രാക്ടിക്കൽ എക്സാമിന്റെ അകത്ത് 5 മാർക്ക് വൈവയായിട്ട് എക്സം ചെയ്യും, 30 മാർക്ക് ഒരു എക്സാമിനേഷൻ ആണെങ്കിൽ വൈവയുടെ എക്സംഷൻ അതിനകത്ത് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് ആൾക്കാർക്ക് തോന്നിയിരുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് റെഗുലേഷനിൽ അതിനെ ഉൾപ്പെടുത്തിയേക്കുന്നത്. 5 മാർക്ക് 35-ൽ 5 മാർക്ക് വൈവയ്ക്കുള്ളെങ്കിൽ അവിടെ ഈ പ്രിവിലേജ് യൂസ് ചെയ്യത്തില്ല. 35 മാർക്കും വൈവയ്ക്കാണ് അസൈൻ ചെയ്തേക്കുന്നെങ്കിലാണ് ഈ വൈവ ഓസിയുടെ എക്സംഷൻ ഡിസബിലിറ്റി സ്റ്റുഡൻസിന് അവാർഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതും ഈ പറയുന്ന പോലെ ആ സെമ്മിലുള്ള ബാക്കി കോഴ്സിന്റെ ആവറേജ് എടുത്തിട്ടായിരിക്കും ആ കംപ്ലീറ്റ് കമ്പോണന്റ് ഉണ്ടെങ്കിൽ അതിനെ അവാർഡ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അകത്ത് ഡിഫറെന്റ് ലേബിൾ സ്റ്റുഡൻസിന് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് നിലവിൽ അനുവദിച്ചിരുന്നില്ല. അത് അതേ സാധനം തന്നെ. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചില കാറ്റഗറി സ്റ്റുഡൻസിനാണ് സപ്പോർട്ട് ഉണ്ടായിരുന്നത്, അത് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. തിയറിക്കാണ് ഈ പറയുന്ന എക്സംഷൻ കാറ്റഗറി എല്ലാം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ എന്താണോ അതേ സ്റ്റാറ്റസ് ആണ് അത് ആ കാര്യത്തിൽ തുടർന്ന് പോന്നിരിക്കുന്നത്. പിന്നെ റിട്ടേൺ എക്സാമിന് ഒരു കമ്പോണന്റ് ഉണ്ടെങ്കിലാണ് അതിനെല്ലാം 25 മാർക്കിലേക്ക് നോർമലൈസ് ചെയ്തതിന് ശേഷമാണ് 25 മാർക്കിലാക്കിയതിന് ശേഷം മാത്രമാണ് അതിനെ നമ്മൾ എടുക്കുന്നത്. 50 മാർക്കിലാണെങ്കിൽ ഈ മാർക്ക് അവാർഡ് അല്ല, കൺവേർഷന് ശേഷമാണ് ഇത് അവാർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ അത് നമ്മൾ ഈ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അവാർഡ് ചെയ്യുമ്പോൾ നിലവിലില്ലായിരുന്ന ഒരു ഫീച്ചർ ഇതിൻ്റെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നേരത്തെ 3 സ്കെയിൽസ് ഓഫ് എക്സംഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 40% ഡിസബിലിറ്റി തൊട്ട് 65% വരെ ഒരു കാറ്റഗറിയും 65 തൊട്ട് 80 വരെ ഒരു കാറ്റഗറി, 80 എബോ വേറെ കാറ്റഗറി എന്നുള്ള രീതിയിലായിരുന്നു പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. ഇത് മാറ്റി 4 സ്കെയിലേക്കാക്കി. 40 to 50, 50 to 60, 60 to 70, 70 ആൻഡ് എബോ എന്ന് പറയും. അപ്പൊ നേരത്തെ 80%-ന് മുകളിൽ കിട്ടിയിരുന്നവർക്ക് കിട്ടിയിരുന്ന പ്രിവിലേജിനെ 70ലേക്ക് കൊണ്ടുവന്നു. കൂടാതെ അഡീഷണൽ ഒരു ലെവലിലൂടെ കൊണ്ടുവന്നു. നേരത്തെ 3 ലെവൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 10, 50, 25 15, 25 ആയിരുന്നു. അതിനെ 10, 15, 20, 25 എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് വൈഡ് വന്ന മാറ്റമാണ്. ആ മാറ്റമാണ് ഇതിൻ്റെ അകത്ത് ഡിസബിലിറ്റിയുടെ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഓരോ കാറ്റഗറിയിലും ആ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് നിലവിലുണ്ടായിരുന്ന സ്കെയിലിൽ ഇങ്ങനെ മാറ്റമില്ലായിരുന്നവർക്ക് ബ്രോഡായിട്ട് ചിലർക്ക് 40% എബോ ആണ് എല്ലാവർക്കും തുല്യമായിരുന്നു, അല്ലെങ്കിൽ 80% എബോ ആണെങ്കിൽ ഒരു കാറ്റഗറി ആണെങ്കിൽ അത് തന്നെയാണ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നേരത്തെ 3 ലെവലിൽ പറഞ്ഞിരുന്നവർക്കെല്ലാം 4 ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഗ്രേസ് മാർക്ക് പെർസെൻറ്റേജിന്റെ കാര്യത്തിൽ ഉള്ള ഫീച്ചർ. ഇനി നമ്മൾ പറഞ്ഞ 2 തരത്തിലാണ്. ഒന്ന് മാർക്കിന്റെ കാര്യത്തിൽ പറഞ്ഞു, കൂടാതെ കൺസെഷൻ നമ്മൾ ബ്രോഡർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓരോ കാറ്റഗറിക്കും ഉണ്ടായിരുന്ന പലതരം കാറ്റഗറിയിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ഇതാണ് 1 മണിക്കൂറിന് 20 മിനിറ്റ് എക്സ്ട്രാ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സ്ക്രൈബിന്റെ സഹായം, റീഡർ, ഇന്റർപ്രറ്റർ, ലാബ് അസിസ്റ്റന്റിന്റെ സഹായം കിട്ടുന്നവര്, പിന്നെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ പരീക്ഷ എഴുതാവുന്നവര്, അങ്ങനെ ഒരു കാറ്റഗറിയും ബ്രെയിൽ ലിപി കൺവേർട്ടർ യൂസ് ചെയ്യാവുന്നവര്, അങ്ങനത്തെ ഒരു കാറ്റഗറികളുണ്ട്. അത് കൂടാതെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രിവിലേജിന്റെ കൂടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു എക്സംഷൻ ഉണ്ട്, ആ കാറ്റഗറി നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ അതർ ലാംഗ്വേജിന് എക്സംഷൻ കിട്ടുന്നവരുണ്ട്, വൈവയ്ക്ക് എക്സംഷൻ കിട്ടുന്നവരുണ്ട്. അപ്പൊ ഇത്രയും കാറ്റഗറിയിലായിട്ടാണ് ഇതുണ്ടാകുന്നത്. ഇത് എല്ലായിടത്തും ഓരോ ഡിസബിലിറ്റിക്കും ഓരോ തരത്തിലാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സിംഗിൾ പോയിന്റിലേക്ക്. നിലവിലുള്ള അഡീഷണൽ ആയിട്ട് കൊടുത്തിരുന്ന ആൾക്കാരെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻസിന്, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിലുള്ള കീമോ എടുക്കുന്നവർക്ക്, അങ്ങനെയുള്ള കാറ്റഗറിക്കൊക്കെ ഉണ്ടായിരുന്ന സെപ്പറേറ്റ് ഓർഡറുകളിലൂടെ വന്ന സാധനങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കൺസെഷൻ സംബന്ധിച്ച് എബിലിറ്റി സംബന്ധിച്ചും എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു ഓട്ട പ്രദർശനമായിരുന്നു. ഇത്ര സമയം കൊണ്ട് നമുക്കിത് ഇത്രയും ഫസ്റ്റായിട്ട് പോയെങ്കിലും ഒന്ന് കവറപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു. അതുകൊണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.